ഇന്ന് രാത്രി നമുക്ക് തിരുവെടുത്തുകളുടെ മുമ്പിലേക്ക് അടുത്തു വരാം. കർത്താവ് നമ്മോട് ഇന്ന് രാത്രിയും സംസാരിക്കും. ദൈവശബ്ദത്തിനായി നമ്മുടെ ഹൃദയങ്ങളെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് തിരുവെടുത്തുകളുടെ മുമ്പിൽ അടുത്തു വരാം. നമ്മൾ ഒരുമിച്ച് ചിന്തിക്കാൻ താല്പര്യപ്പെടുന്നത് റോമാലേഖനം 12-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങളാണ് നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായിട്ട് ഇന്ന് രാത്രി നമ്മൾ വായിക്കുവാൻ താല്പര്യപ്പെടുന്നത്. റോമാലേഖനം 12-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങൾ. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പിൻ. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. മതി. അനുഗ്രഹിക്കപ്പെട്ട ആത്മീയ ചിന്തകൾ ഉൾപ്പെടുന്ന ഗൗരവമായൊരു ലേഖനമാണ് റോമാലേഖനം. അത്രയും വേണ്ട, കുറച്ച്. ഒത്തിരി ദൈവശാസ്ത്ര പ്രമേയങ്ങൾ ഏറ്റവും ഗൗരവമായി ക്രോഡീകരിച്ചിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ടൊരു ലേഖനത്തെയാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. അപ്പോസ്തലനായ പൗലോസിന്റെ തൂലികയിൽ നിന്ന് പുറത്തു വന്ന ഈ ഗംഭീരമായ ലേഖനം ഒട്ടനവധി ദൈവശാസ്ത്ര ചിന്തകൾ നമുക്ക് മുമ്പിൽ അടുക്കോടെ നിരപ്പോടെ വെളിപ്പെടുത്തുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. പ്രത്യേകിച്ച് ദൈവനീതി എന്ന വിഷയം 3 തലങ്ങളിൽ ഈ ലേഖനത്തിനകത്ത് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ദൈവനീതി പാപിയോടുള്ള ബന്ധത്തിൽ, ദൈവനീതി യഹൂദനോടുള്ള ബന്ധത്തിൽ, ദൈവനീതി ദൈവസഭയോടുള്ള ബന്ധത്തിൽ. അങ്ങനെ ദൈവനീതിയുടെ വലിയൊരു പ്രദർശനം തന്നെ നമുക്ക് ഈ പുസ്തകത്തിനകത്ത് കാണുവാൻ കഴിയുന്നുണ്ട്. ശരിക്കും പൗലോസ് ഏറ്റവും ഗംഭീരമായിട്ട് ഈ ലേഖനം എഴുതുമ്പം ഒട്ടനവധി ദൈവശാസ്ത്ര ചിന്തകൾ കൊണ്ട് ഇത് സമ്പന്നം തന്നെയാണ്. ഒരു 3-4 പദപ്രയോഗങ്ങൾ നമ്മൾ പറഞ്ഞാൽ ഇതിനകത്തെ ഏറ്റവും കേന്ദ്രീകൃത വിഷയം എന്ന് പറഞ്ഞാൽ വിശ്വാസത്താലുള്ള നീതീകരണമാണ്. അതുപോലെ തന്നെ നീതീകരണം, വിശുദ്ധീകരണം, തേജസ്കരണം, ഏകീകരണം, പുത്രത്വം, ദത്തെടുപ്പ്, പാപം, ദൈവനീതി തുടങ്ങി ഒട്ടനവധി വിഷയങ്ങൾ ഇതിനകത്ത് കോർത്തെടുക്കിയിരിക്കുന്നു. ദൈവത്തിൻ്റെ കുടുംബം, ദൈവിക തിരഞ്ഞെടുപ്പ്, ദൈവത്തിൻ്റെ മുൻനിർണയം, അങ്ങനെ തുടങ്ങിയ അനവധി പദങ്ങൾ നമുക്കിതിനകത്ത് കാണുവാൻ കഴിയുകയാണ്. നമ്മൾ ഇതിൻ്റെ ആദ്യത്തെ അധ്യായം മുതൽ നോക്കിയാൽ, പ്രത്യേകിച്ച് അതിൻ്റെ 8-ാമത്തെ അധ്യായത്തിലേക്കൊക്കെ വരുമ്പം, 8-ാം അധ്യായം ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ അധ്യായമാണ്. പക്ഷേ ആ സ്വാതന്ത്ര്യത്തിലെ അധ്യായത്തിൽ എത്തുന്നതിന് മുമ്പേ പാപത്തിൻ്റെ പ്രമാണം, മനുഷ്യൻ ഏതിനാൽ അടിമപ്പെട്ടിരിക്കുന്നു, അവൻ എന്താണ് അവൻ്റെ പരിമിതികൾ, ഏറ്റവും അവസാനം അവന് സ്വയമായിട്ട് ന്യായപ്രമാണം ചെയ്തു തീർക്കാൻ കഴിയുന്നില്ല എന്ന അവൻ്റെ മാനുഷിക ജഡപരമായ പരിമിതികൾ, അവസാനം യേശു ക്രിസ്തുവിലൂടെ അവന് ലഭിക്കപ്പെട്ട ജയം, ആത്മാവിൽ അവൻ അനുദിന ജീവിതത്തിൽ ഇന്നും അനുഭവിക്കുന്ന ജയം, ആ ജയത്തിൻ്റെ പര്യവസാനമായി വെളിപ്പെടുന്ന തേജസ്, ആ തേജസ്സിൽ അവൻ അനുഭവിക്കാൻ പോകുന്ന ദൈവിക അനുഭവങ്ങൾ, ഇത് മുഴുവൻ നമുക്ക് ഈ റോമാലേഖനത്തിനകത്ത് ഏറ്റവും പടിപടിയായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഈ 12-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പം, ഈ 12-ാം അധ്യായം ശരിക്കും ഒരു പുതുക്കത്തിൻ്റെ ചിന്തകളാണ് നമ്മുടെ മനസ്സിലേക്ക് ഇട്ടു തരുന്നത്. ചില പുതുക്കത്തിൻ്റെ ചിന്തകൾ ഞാൻ ഈ 12-ാം അധ്യായം നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടെത്തിച്ചു തരുവാൻ താല്പര്യപ്പെടുന്നത്, JB ഫിലിപ്സ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ ഒരു ട്രാൻസ്ലേഷനകത്ത് അദ്ദേഹം എഴുതിയ ഒരു 1-2 പദപ്രയോഗങ്ങൾ ദൈവത്തിൻ്റെ കരുണയോടുള്ള ബന്ധത്തിലും പുതുക്കത്തോടുള്ള ബന്ധത്തിലും നമ്മുടെ മനസ്സുകളിലേക്ക് ഇന്ന് രാത്രി ഒന്ന് കൊണ്ടുവന്ന് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാനാണ് ഈ രാത്രി ഞാൻ താല്പര്യപ്പെടുന്നത്. ഇപ്രകാരമാണ് അദ്ദേഹത്തിൻ്റെ ട്രാൻസ്ലേഷനകത്ത് താൻ എഴുതി വെച്ചിരിക്കുന്നത്. വിത്ത് eyes wide open to the mercies of God, I beg you, my brothers, as an act of intelligent worship, to give him your bodies as a living sacrifice, consecrated to him and acceptable by him. Don't let the world around you squeeze you into its own mold, but let God remold your minds from within, so that you may prove in practice that the plan of God for you is good, meet all his demands, and moves towards the goal of true maturity. ഇപ്രകാരമാണ് അതിൻ്റെ മലയാളം. ദൈവത്തിൻ്റെ കരുണയ്ക്കായി കണ്ണു തുറന്ന്, എൻ്റെ സഹോദരന്മാരെ, നിങ്ങൾ ബുദ്ധിയുള്ള ഒരു ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ അവിടുത്തേക്ക് സമർപ്പിക്കപ്പെട്ടതും അവിടുത്തേക്ക് സ്വീകാര്യവുമായ ഒരു ജീവനുള്ള യാഗമായി നൽകണമെന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. നിങ്ങളുടെ ചുറ്റുമുള്ള ലോകം നിങ്ങളെ അതിൻ്റെ സ്വന്തം അച്ചിലേക്ക് ഞെരുക്കാൻ അനുവദിക്കരുത്. ദൈവം നിങ്ങളുടെ മനസ്സുകളെ ഉള്ളിൽ നിന്ന് രൂപാന്തരപ്പെടുത്തട്ടെ. അങ്ങനെ നിങ്ങൾക്കായുള്ള ദൈവത്തിൻ്റെ പദ്ധതി നല്ലതെന്നും അവിടുത്തെ എല്ലാ ആവശ്യങ്ങളും നാം നിറവേറ്റി യഥാർത്ഥ പക്വതയുടെ ലക്ഷ്യത്തിലേക്ക് നീങ്ങുന്നുവെന്നും
തെളിയിക്കാൻ നിങ്ങൾക്ക് കഴിയും. ഞാൻ ഒത്തിരി അത് കോംപ്ലിക്കേറ്റഡ് ആകാതെ നിങ്ങളുടെ മനസ്സിലേക്ക് അത് കൊണ്ടെത്തിച്ചു തരുവാൻ ഇന്ന് രാത്രി ഞാൻ താല്പര്യപ്പെടുകയാണ്. എനിക്കതിൻ്റെ ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട കാര്യം ദൈവത്തിൻ്റെ മനസ്സിൽ ഓർപ്പിച്ച് പ്രബോധിപ്പിക്കുക എന്നതിന് ഇവിടെ എന്നെ വളരെ പിടിച്ചു നിർത്തിയൊരു കാര്യം, ദൈവത്തിൻ്റെ കരുണയ്ക്കായി കണ്ണു തുറന്നു. ശരിക്കും രൂപാന്തരം വരണമെന്ന് എഴുത്തുകാരൻ ആഗ്രഹിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയോട് പ്രബോധിപ്പിക്കുന്ന ഒരു പ്രബോധന വചനം ഇപ്രകാരമാണ്: നിങ്ങൾ ദൈവത്തിൻ്റെ കരുണ കാണാൻ നിങ്ങളുടെ കണ്ണു തുറക്കപ്പെടണം. കണ്ണു തുറക്കുക എന്നത് പുതിയ നിയമത്തിലൊരു വലിയ പ്രമേയം തന്നെയാണ്. പൗലോസിൻ്റെ ലേഖനങ്ങളിലും തൻ്റെ പ്രാർത്ഥനകൾക്കകത്തും പൗലോസ് ഏറ്റവും അധികം പ്രാർത്ഥിച്ചിട്ടുള്ള പ്രാർത്ഥനകളിൽ ഒന്നാണ് അവരുടെ കണ്ണ് തുറക്കണം. ഈ കണ്ണ് തുറക്കണമെന്ന് പറയുമ്പം ശരിക്കും ഉൽപ്പത്തി പുസ്തകത്തിനകത്ത് പാപം ചെയ്ത മനുഷ്യനുള്ള ബന്ധത്തിൽ എഴുതി വച്ചിരിക്കുന്ന ഒരു ഭാഗമെന്ന് പറഞ്ഞാൽ, അവൻ്റെ കണ്ണു തുറന്ന് അവൻ നഗ്നനെന്ന് കണ്ടു എന്നൊരു എഴുത്ത് അവൻ എഴുതി വെച്ചിരിക്കുന്നത്. അവൻ പാപം ചെയ്തപ്പോൾ, ദൈവതേജസ് നഷ്ടമായപ്പോൾ അവൻ കണ്ണു തുറന്നു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. പക്ഷെ അവിടെ കണ്ണു തുറന്നതിൻ്റെ പ്രത്യേകത, അവൻ നഗ്നനത്രയെന്ന് അവൻ കണ്ടു, ദൈവതേജസ് നഷ്ടമായത് അവൻ കണ്ടു. പിന്നീട് അവൻ കാണുന്നത് മുഴുവൻ അരാജകത്വമായിരുന്നു, തിന്മയായിരുന്നു, പാപമായിരുന്നു, മരണമായിരുന്നു, ഏറ്റവും ദുഷിച്ച നികൃഷ്ടമായ പ്രവർത്തികളായിരുന്നു പിന്നെ അവൻ കണ്ടുകൊണ്ടിരുന്നത്. എന്ന് പറഞ്ഞാൽ നല്ലതൊന്നും കാണാൻ പലപ്പോഴും മനുഷ്യന്റെ കണ്ണുകൾ തിരിയത്തില്ല. എവിടെയും അരാജകത്വം, അപ്പനും അമ്മയും സ്വന്തം മക്കൾ തമ്മിലടിച്ച് ഒരുവന്റെ മരണം കാണുന്നു, തിന്മയുടെ പ്രവൃത്തികൾ കാണുന്നു, അപലക്ഷണമായത് പ്രവർത്തിക്കുന്നത് കാണുന്നു, ന്യായവിധികൾ കാണുന്നു. ഒട്ടനവധി തകർച്ചയാണ് ഇവന്റെ കണ്ണുകൊണ്ട് ഇവൻ കണ്ടുകൊണ്ടിരുന്നത്. അങ്ങനെ പാപത്തിൽ നിന്ന് പാപത്തിലേക്ക്, തിന്മകളിൽ നിന്ന് തിന്മകളിലേക്ക് വല്ലാതെ അവൻ വഴിവിട്ടുപോയപ്പം ഏറ്റവും അവസാനം ഈ കാഴ്ചക്കപ്പുറത്തേക്ക് അവൻ കാണേണ്ടതിന് കാണാൻ, കാണേണ്ട രീതിയിൽ കാണുവാൻ കാലത്തിനകത്ത് അവനെ തിരിച്ചു പിടിച്ചൊരു സംഭവമാണ് കഴിഞ്ഞ രാത്രി ഞാൻ നിങ്ങളുമായി പങ്കുവെച്ച യേശുക്രിസ്തുവിൻ്റെ കാൽവറിയിലെ മരണമെന്ന് പറഞ്ഞത്. അവിടം തൊട്ട് തിരിവ് സംഭവിച്ചു, കാലത്തിനകത്തൊരു തിരിവ് സംഭവിച്ചു. അവൻ തിരിഞ്ഞോടാൻ തുടങ്ങി. എവിടെ നിന്നാണോ അവൻ പുറപ്പെട്ടത് ആ കരങ്ങളിലേക്കുള്ള തിരിച്ചോട്ടമാണ്. അതുകൊണ്ട് ഞാൻ ഈ പഴയ നിയമവും പുതിയ നിയമം നോക്കുമ്പോൾ ശരിക്കും പഴയ നിയമത്തിൽ നമുക്ക് മനസ്സിലാകുന്നത് ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് ലോകത്തിലേക്ക് പോകുന്നൊരു മനുഷ്യനെയാണെങ്കിൽ, പുതിയ നിയമം തുടങ്ങുമ്പോൾ കാണുന്നത് യേശുക്രിസ്തുവിൻ്റെ കാൽവറിയിൽ ചെന്നവൻ അതിൻ്റെ ചുവട്ടിൽ നിന്ന് ആ ദൈവിക സന്നിധിയിലേക്കുള്ള തിരിച്ചുപോക്കാണ് നമുക്ക് പുതിയ നിയമത്തിനകത്ത് കാണുവാൻ കഴിയുന്നത്. ശരിക്കും ഈ കണ്ണ് തുറന്നപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അവൻ അരാജകത്വം കണ്ടു, തിന്മ കണ്ടു. ഇന്നും മനുഷ്യനെ നോക്ക്, ഏറ്റവും അധികം അവൻ കണ്ടുകൊണ്ടിരിക്കുന്ന അരാജകത്വമാണ്. എവിടെ ചുറ്റും നോക്കിയ ഭയമാ, ഭീതിയുടെ വാർത്തകൾ, ദുഃഖത്തിൻ്റെ വാർത്തകൾ, തകർച്ചയുടെ വാർത്തകൾ, രോഗത്തിൻ്റെ വാർത്തകൾ, നിന്ദയുടെയും നികൃഷ്ടമായ അനുഭവത്തിൻ്റെ വാർത്തകൾ. ഇതാണ് ചുറ്റും കണ്ടും കേട്ടും കൊണ്ടിരിക്കുന്നത്. മനുഷ്യൻ എപ്പോഴും അവനെ ഭയപ്പെടുത്തുന്നത് ഈ ചുറ്റുമുള്ള കാഴ്ചകളാണ്. പക്ഷെ അതിൻ്റെ നടുവിൽ പൗലോസ് തൻ്റെ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്: ദൈവമേ, ഇവരുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കണം. കാരണം ഹൃദയദൃഷ്ടി പ്രകാശിക്കുമ്പം അവിടെ വെളിപ്പെടുത്തി കിട്ടിയ 3 കാര്യങ്ങളെപ്പറ്റി പങ്കുവെക്കുന്നുണ്ട്. ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട്, ആ ഹൃദയദൃഷ്ടി പ്രകാശിച്ചാൽ അവർ തിരിച്ചറിയുന്ന ഒന്നാമത്തെ കാര്യം, വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവിടുത്തെ അവകാശത്തിൻ്റെ മഹിമാധനം ഇന്നതെന്നും വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവിടുത്തെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും അറിയേണ്ടതിന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ പുറം കണ്ണുകൊണ്ട് തുറന്ന് അരാജകത്വത്തെ കണ്ടവൻ, തിന്മ കണ്ടവൻ, മരണം കണ്ടവൻ, അകക്കണ്ണ് തുറക്കപ്പെട്ടാൽ സംഭവിക്കുന്ന കാര്യം, അവൻ തിന്മയുള്ള ലോകത്ത് വിളിയുടെ പിൻപിലെ ഉദ്ദേശം അവൻ തിരിച്ചറിയും. തിന്മയുടെ ലോകത്തിൽ നിന്ന് വെളിയിൽ മറ്റൊരു ലോകത്ത് കൊണ്ട് നല്ല ദൈവം നമ്മെ ആക്കി വെച്ചത് തിന്മയുള്ള ലോകത്ത്, അരാജകത്വമുള്ള ലോകത്ത്, മരണമുള്ള ലോകത്ത് നിർത്തിയ അത് റെസ്ട്രിക്ഷൻ ഉള്ളത് കൊണ്ടാണ് നിർത്തിയത്. ഡയബറ്റീസ് ഉള്ളവരോട് ചോദിക്കും മധുരം ഇഷ്ടമാണ്, അവർ പറയും ഇഷ്ടമുണ്ടേ മധുരേ ഉള്ളൂ. നല്ല ഇഷ്ടമാണ്, മധുരത്തിനൊന്നും ഒരു മടുപ്പും വന്നിട്ടില്ല. മധുരം മടുത്തിട്ടല്ല നിർത്തിയത്. ഡയബറ്റീസ് ഇൻസുലിൻ എടുക്കുന്നവരോട് നിങ്ങൾ ചോദ്യം, വിവാഹത്തിനൊക്കെ ഒരു വിവാഹത്തിന് പോയി കഴിഞ്ഞു, ഒരു പക്ഷേ പണ്ടൊക്കെ നമ്മുടെ ടേബിളിൽക്കകത്തായിരുന്നു ഈ ഡെസേർട്ടുകൾ സെർവ് ചെയ്യുന്നത്. പക്ഷേ ഇന്ന് നമ്മളെ കൗണ്ടറിൽ പോയി നമ്മൾ വാങ്ങിച്ച് കഴിക്കേണ്ട ഒരു കാലമാണ്. അപ്പം ഒറ്റയാളും അവരായിരിക്കുന്നിടത്തുനിന്ന് ബിരിയാണി കഴിച്ച് അവസാനിപ്പിച്ച് പോകത്തില്ല. മിക്കവാറും 90% ഡയബറ്റീസ് ഉള്ളവരും അവിടെ പോയി ക്യൂ നിന്ന് 1 അല്ലെങ്കിൽ 2 സെറ്റ് ഡെസേർട്ട് അടിച്ചിട്ട് മാത്രമേ അവരെന്ത് ചെയ്യത്തുള്ളൂ,
അവർ പോകത്തുള്ളൂ. ചോദിച്ചാൽ പറയും വൈകിട്ട് പോയി 2 പോയിന്റ് കൂടുതൽ എടുക്കാം. ഞാനിത് പറഞ്ഞ് എൻ്റെ പിതാവ് ഉൾപ്പെടെയുള്ളവരുടെ കാര്യമാണ്. ഞാനിങ്ങനെ സാധാരണ യാത്ര ചെയ്തിട്ടൊക്കെ തിരിച്ചു വരുമ്പം മുട്ടായി കൊണ്ടുവരും. എൻ്റെ അമ്മയ്ക്ക് ഡയബറ്റീസ് ഇല്ല, എൻ്റെ പിതാവിന് നല്ല ഡയബറ്റീസ് ഉണ്ട്. പക്ഷേ എൻ്റെ അമ്മ 2 മുട്ടായി കഴിക്കുമ്പോൾ എൻ്റെ പപ്പ 8 മുട്ടായി കഴിക്കും. 8 എണ്ണം കഴിച്ചിട്ട് പറയും ഇന്ന് 2 പോയിന്റ് കൂടുതൽ എടുത്തോളാമെന്ന് പറയും. ഇതിന് 2 പോയിന്റ് കൂടുതൽ, ഡയബറ്റീസ് ഹൈ ആയിട്ട് കയറുമ്പോൾ 2 പോയിന്റ് കൂടുതൽ എടുത്തോളാം. ഇപ്പം ഞാൻ പറഞ്ഞതിൻ്റെ ഭാഗം, മധുരം ഇന്നു വരെ വെറുത്തിട്ടില്ല, മധുരത്തിനൊരു മടിയില്ല, അല്ലെങ്കിൽ മധുരത്തോടൊരു മടുപ്പും തോന്നിയിട്ടില്ല. പിന്നെ പലതും കഴിക്കാതിരിക്കുന്നത് സമ്മർദ്ദം കൊണ്ടും നിർബന്ധം കൊണ്ടുവാ, ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ് വലതും വേണ്ടെന്ന് വെച്ചിരിക്കുന്നത്. പക്ഷേ ഇഷ്ടമായി ആസ്വദിച്ചതും ഇന്നലെ അനുഭവിച്ചതും ഇന്നലെ അതിൻ്റെ പുറകെ നടന്ന പലതും നമുക്ക് വെറുപ്പും അറപ്പുമായി തോന്നുന്ന നിലയിൽ നമ്മൾ മാറ്റി നിർത്തിയിട്ടുണ്ട്. അത് നടന്നതിൻ്റെ പിൻപിൽ ഒറ്റ കാരണമേ ഉള്ളൂ. അതിൻ്റെ പേരാ ആന്തരിക രൂപാന്തരം എന്ന് പറയുന്നത്. ആന്തരിക കണ്ണുകൾ തുറക്കപ്പെട്ടപ്പോൾ ഇന്നലെ ഞാൻ ആസ്വദിച്ചത്, ഇന്നലെ ഞാൻ രുചിച്ചത്, ഇന്നലെ ഞാൻ അനുഭവിച്ചത്, ഇന്നലെ ഞാൻ ഏതിനാൽ രസിച്ചോ ഇന്ന് അതിനോട് എനിക്ക് വെറുപ്പും അറപ്പും തോന്നുന്ന നിലയിൽ ആ പാപത്തെ വലിച്ചെറിയാൻ എൻ്റെ അകത്ത് സംഭവിച്ചൊരു മാറ്റം നടന്ന ഒറ്റ ഇടമേ ഉള്ളൂ. അത് യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മുഖാന്തരം എൻ്റെ അകത്ത് വന്ന ആന്തരിക രൂപാന്തരം. ഇന്നലെ ഞാൻ ആസ്വദിച്ചതിനെ ഇന്നെനിക്ക് അറുപ്പായി തോന്നി, ഇന്നെനിക്ക് വെറുപ്പായി തോന്നി. ക്രിസ്തുവിൽ ഞാൻ വിമോചിതനായി മാറി. ഞാൻ പറഞ്ഞത് ഈ അകക്കണ്ണ് തുറന്നാലുള്ള ഏറ്റവും വലിയ പ്രത്യേകത പറയാം. ഇന്നലെ ജീവിച്ചതുപോലെ ഞാൻ ജീവിക്കത്തില്ല. എൻ്റെ ആറ്റിറ്റ്യൂഡ് തന്നെ മാറും. എൻ്റെ കാഴ്ചപ്പാട്, ലോകത്തെ ഞാൻ കാണുന്ന രീതി മാറും. എൻ്റെ സാഹചര്യങ്ങളെ ഞാൻ കാണുന്ന രീതി മാറും. എൻ്റെ അവസ്ഥകളെ ഞാൻ കാണുന്ന രീതി മാറും. അല്ലെങ്കിൽ എൻ്റെ ലൈഫിൻ്റെ മുഴുവൻ മേഖലക്കകത്ത് മാറ്റം വരും. കാരണം എൻ്റെ കണ്ണ് തുറക്കപ്പെടുവാനിടയായി. കാരണം എനിക്ക് മനസ്സിലായി എൻ്റെ മേൽ കിടക്കുന്ന ദൈവത്തിൻ്റെ വിളി ശ്രേഷ്ഠമായ വിളിയാണ്. 2, എനിക്ക് ലഭിക്കപ്പെട്ട ഈ അവകാശം ഒരു സാധാരണ അവകാശമല്ല, സ്വർഗം മുഖാന്തരം ലഭിക്കപ്പെട്ട ഈ അവകാശമാണ് എനിക്ക് ലഭിക്കപ്പെട്ടിരിക്കുന്നത്. ഈ ഭൂമിയിലെ ഏതെങ്കിലുമൊക്കെ ഒരു പാരമ്പര്യമായിട്ട് ലഭിക്കപ്പെട്ട പൂർവ്വ സ്വത്തല്ല എനിക്ക് ലഭിക്കപ്പെട്ടത്. കാൽവറി മുഖാന്തരം എനിക്ക് കിട്ടിയ സ്വർഗീയ സ്വത്ത്, അതിൻ്റെ ആഴത്തിൽ അനുഭവിക്കാൻ. അതുകൊണ്ട് എഫേസ്യ ലേഖനമൊക്കെ പഠിക്കുമ്പം ഈ ധനം, ഈ സ്വത്ത്, ഈ സമ്പത്ത്, ഈ ധനം, ആദിയായ പദങ്ങൾ ആവർത്തിച്ചെഴുതി വെച്ചിട്ടുണ്ട്. സ്വർഗത്തിലെ ആത്മീക അനുഗ്രഹങ്ങൾ, കൃപയുടെ ധനം, മഹത്വത്തിൻ്റെ ധനം, അത്യന്ത ധനം, ഇതിനെ വരുംകാലങ്ങളിൽ കാണിക്കേണ്ടതിന് അൺഫാത്തമബിൾ റിച്ചസ് ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിലുള്ള അപ്രമേയ ധനം. ഒട്ടനവധി ധനത്തെപ്പറ്റി ആ ഭാഗം പങ്കുവെക്കുന്നുണ്ട്. മഹത്വത്തിൻ്റെ ധനം പറയുന്നുണ്ട്, മഹിമാധനം പറയുന്നുണ്ട്, കരുണാസമ്പന്നനായ ദൈവത്തെപ്പറ്റി പങ്കുവെക്കുന്നുണ്ട്. ഇത് മുഴുവൻ വെളിപ്പെടുത്തി നമുക്കുള്ള പദവിയും വെളിപ്പെടുത്തിയിട്ട് പറയുന്നു, ഇത്രയൊക്കെ ധനം നമുക്ക് ലഭിക്കപ്പെട്ടത് കണ്ണു തുറന്ന് കണ്ടാൽ അതിനേക്കാൾ വലിയ അനുഭവം ഈ ഭൂമിയിൽ വേറെ ഇല്ലെങ്കിൽ ഇങ്ങനെ കണ്ണു തുറന്ന് ഇതിനെയൊക്കെ കാണാനും ഈ ക്രിസ്തു മുഖാന്തരം, ഈ നിക്ഷേപം മുഖാന്തരം ജയം പ്രാപിക്കാൻ വിളിക്കപ്പെട്ടവരാണ് ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്നത്. ഇന്നും ഭയം പേറി ജീവിക്കാൻ വിളിക്കപ്പെട്ടവരല്ല, നിരാശ പേറി ജീവിക്കാൻ വിളിക്കപ്പെട്ടവരല്ല, ഭയത്തിൻ്റെ കൂടപ്പുറപ്പായി ജീവിക്കാൻ വിളിക്കപ്പെട്ടവരല്ല, ഏതെങ്കിലുമൊക്കെ സാഹചര്യം വരുത്തുന്ന സമ്മർദ്ദത്തിനകത്ത് അടിച്ചമർത്തപ്പെടാൻ വിളിക്കപ്പെട്ടവരല്ല. ചിലതിനോട് കൗണ്ടർ അറ്റാക്ക് ചെയ്ത് ജയമേറ്റെടുക്കാൻ വിളിക്കപ്പെട്ടവരാണ് ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്നവരെങ്കിൽ എത്ര പേർക്ക് കണ്ണു തുറന്ന് ആ ദൈവികമായതിനെ കാണാൻ, ദൈവിക നിക്ഷേപങ്ങളെ കാണാൻ, ആ ഹെവൻലി ട്രഷറുകളെ കാണാൻ ഇന്ന് രാത്രി കണ്ണു തുറക്കുന്നവർ ഇതിനകത്തുണ്ടെങ്കിൽ, അങ്ങനെ തുറന്നവർ ഇതിനകത്തുണ്ടെങ്കിൽ നിങ്ങളെ കരമുയർത്തി കർത്താവിന് ഏറ്റവും ധൈര്യത്തോടെ നന്ദി പറഞ്ഞിട്ട് പറ, യേശു ക്രിസ്തുവിനാൽ ജയം ലഭിക്കപ്പെട്ടവരും കണ്ണു തുറക്കപ്പെട്ടവരുമാണ് നമ്മൾ. കണ്ണു തുറക്കപ്പെട്ടവരാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ ഈ കണ്ണു തുറന്നാൽ അത്ഭുതകരമായ കാര്യങ്ങൾ കാണും. ഞാനത് പറയാനാണ് വന്നത്. ഇവിടെ പറയുകയാണ്, നിങ്ങൾ ദൈവത്തിൻ്റെ കരുണയ്ക്കായിട്ട് നിങ്ങളുടെ കണ്ണു തുറക്കണം. ഞാനതിന് ഇപ്രകാരം പറയാൻ താല്പര്യം, ദൈവത്തിൻ്റെ കരുണ എന്തെന്ന് അനുഭവിക്കേണ്ടതിന് നിങ്ങൾ കണ്ണു തുറക്കണം. അത് നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടാൻ പോകുന്നതല്ല, വെളിപ്പെട്ടു വന്നതാണ്. ശരിക്കും ഈ 11 അധ്യായത്തിലേക്ക് നിങ്ങൾ നോക്കിയാൽ ദൈവത്തിൻ്റെ കരുണയുടെ വെളിപ്പെടുത്തലുകൾ പൗലോസ് നമുക്ക് മുമ്പിൽ വരച്ചു കാണിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം അതാണ് ജസ്റ്റിഫിക്കേഷൻ, നീതീകരണം എന്ന് പറയുന്നത്. ജസ്റ്റിഫിക്കേഷൻ ഫോർ ദ ഗിൽറ്റ് ആൻഡ് പെനാൽറ്റി ഓഫ് സിൻ. പാപത്തിൻ്റെ അടിമത്തത്തിനകത്തുനിന്ന് എനിക്ക് വിമോചനവും ക്രിസ്തുവിൽ എനിക്ക് ലഭിച്ച നീതീകരണവുമാണ് ദൈവം എന്നോട് കാണിച്ച ഏറ്റവും വലിയ കരുണ. ഇത് പറഞ്ഞ ദൈവത്തിൻ്റെ കോടതിയുടെ മുമ്പിൽ കുറ്റക്കാരൻ എന്ന് പറഞ്ഞ് നിന്ന എന്നെ, ഞാൻ ചെയ്ത പ്രവൃത്തികളല്ല, എനിക്ക് പകരമായി നിന്ന ക്രിസ്തു ക്രൂശിൽ കയറിയത് കൊണ്ട്, അവിടുന്ന് മരിച്ച എന്ന ഒറ്റ കാരണത്താൽ
ആ ദൈവനീതി എന്നിൽ അപ്ലൈ ചെയ്ത് വിശ്വാസത്താൽ അത് സ്വീകരിക്കാൻ അവസരം കിട്ടിയതിൻ്റെ പേരാണ് നീതീകരണം എന്ന് പറയുന്നത്. ഞാൻ ചെയ്ത പ്രവൃത്തിയല്ല, ഞാൻ ചെയ്ത അർപ്പണങ്ങൾ, തർപ്പണങ്ങൾ, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, ഇതൊന്നുമല്ല. അവിടുത്തെ പ്രവൃത്തിയാൽ, അവിടുന്ന് എനിക്ക് മുമ്പിൽ വെച്ച സാധ്യത വിശ്വാസത്താൽ സ്വീകരിച്ച് അന്ന് കോടതി എന്നോട് പറഞ്ഞു, മാൻ യു ആർ ജസ്റ്റിഫൈഡ്. എൻ്റെ പ്രവൃത്തികൾ കൊണ്ടല്ല നീതീകരിക്കപ്പെട്ടത്, എൻ്റെ പ്രവൃത്തി കൊണ്ടല്ല ഞാൻ കുറ്റമില്ലാത്തവനായി മാറിയത്. ചെയ്ത തെറ്റിന് ശിക്ഷ അനുഭവിക്കേണ്ട എനിക്ക് പകരം യേശുവ ക്രൂശിൽ കയറിയതുകൊണ്ട് അവിടുത്തെ മരണം എൻ്റെ മേൽ അപ്ലൈ ആകപ്പെട്ട് അവിടുത്തെ രക്തത്താൽ കഴുകൽ പ്രാപിക്കപ്പെട്ടവരാണ് ഇന്ന് രാത്രി ഇതിനകത്ത് ഇരിക്കുന്നതെങ്കിൽ ഏറ്റവും അഭിമാനത്തോടെ നന്ദി പറഞ്ഞിട്ട് പറ, ഞാൻ നീതീകരിക്കപ്പെട്ട വ്യക്തിയാണ്, ഞാൻ നീതീകരിക്കപ്പെട്ട വ്യക്തിയാണ്. ഇനി മറ്റൊന്നിനും എൻ്റെ മേൽ അധികാരമില്ല, ഒരു പാപശക്തികൾക്കും എൻ്റെ മേൽ അധികാരമില്ല. എന്നെ വിധിക്കാൻ, ചൂണ്ടുവിരൽ ഉയർത്താൻ മറ്റൊന്നിനും കഴിയത്തില്ല. കാരണം ആ ദൈവ കോടതിയാണ് എന്നെ വെറുതെ വിട്ടത്, ദൈവ കോടതിയാണ് എന്നെ ജസ്റ്റിഫൈ ആക്കി തീർത്തത്. അതുകൊണ്ട് റോമാലേഖനം 8-ാം അധ്യായം അതിന്റെ 32-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുന്നുണ്ട്, നീതീകരിക്കുന്നവൻ ദൈവം, ശിക്ഷ വിധിക്കുന്നത് ആരാ? ശിക്ഷ ഉണ്ടായിരുന്നു, വിധിച്ചതുവാ. പക്ഷേ അത് ഞാൻ അനുഭവിക്കുന്നതിന് മുമ്പ് എൻ്റെ യേശു അത് അനുഭവിച്ചു. അതുകൊണ്ട് അന്ന് ആ കോടതി എന്നെ നോക്കിയിട്ട് പറഞ്ഞു, മനുഷ്യ ഇന്നു മുതൽ നീ നീതീകരിക്കപ്പെട്ടവനാ, ഇനിയും ശിക്ഷയുണ്ടെന്ന് പറഞ്ഞ് എനിക്ക് നേരെ നിൽക്കാൻ കഴിയില്ല. കാരണം ആ പിശാചിൻ്റെ മുഴുവൻ അവകാശവാദങ്ങളെയും എഴുതപ്പെട്ട കൈയെഴുത്തുകളെയും രക്തത്താൽ മായ്ക്കപ്പെട്ടു. ഞാൻ ഇന്നും നീതീകരിക്കപ്പെട്ടവനായി മാറി. ആ കൃപയുടെ ഒരിക്കലും പരിധിയില്ലാത്ത കൃപ കടലിനകത്തേക്ക് സ്വർഗമെന്നെ ഇറക്കി വിട്ടപ്പോൾ ആ കൃപ അനുഭവിക്കാൻ ഇന്ന് രാത്രി ലഭിക്കപ്പെട്ടതാണ് ഈ ആയുസിന്റെ ഏറ്റവും വലിയ ഭാഗ്യമെങ്കിൽ കർത്താവിന് നന്ദി പറയണം. ആ കരുണ കാരണം അവിടുന്ന് എന്നെ നീതീകരിച്ചു. ദൈവത്തിന്റെ കരുണയെ കണ്ണു തുറന്ന് കാണുകയെന്ന് പറയുമ്പം അവിടുന്ന് നമ്മെ നീതീകരിച്ച് ഇത് മുഴുവൻ അവിടുന്ന് വഹിച്ചു. ഈ നിന്ന മുഴുവൻ എനിക്ക് തന്നില്ല, അത് മുഴുവൻ അവിടുന്ന് വഹിച്ചു. അവിടുന്ന് ഇതെല്ലാം വഹിച്ചത് കൊണ്ട്, അർഹതപ്പെട്ടത് എനിക്ക് തരാതിരുന്നത് കൊണ്ട്, അർഹതപ്പെടാത്ത കൃപയുടെ വലിപ്പത്തിനകത്തേക്ക് എന്നെ ഇറക്കിയെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തിന് നന്ദി പറയാൻ ഒരൊറ്റ കാരണമേ ഉള്ളൂ, അവിടുത്തെ കൃപയുടെ വലിപ്പം അനുഭവിക്കാൻ ദൈവം എനിക്ക് അവസരം തന്നു. എന്തിനാ കണ്ണു തുറന്ന് കാണേണ്ടത്? ദൈവത്തിൻ്റെ കരുണയെ കണ്ണു തുറന്ന് നമ്മൾ കാണണം. ഇനിയും രണ്ടാമത്തെ കാര്യത്തിലേക്ക് നോക്കിക്കേ, എന്താണ് ദൈവത്തിൻ്റെ കരുണ? ഈ റോമാലേഖനം വെളിപ്പെടുത്തുന്ന രണ്ടാമത്തെ ദൈവത്തിൻ്റെ കരുണ, നമ്മളെ ക്രിസ്തുവിൽ അഡോപ്റ്റ് ചെയ്തു. അഡോപ്ഷൻ, ജീസസ് ഐഡന്റിഫിക്കേഷൻ വിത്ത് ക്രൈസ്റ്റ്. ക്രിസ്തുവിൽ എന്നെ ദത്തെടുത്തു, ക്രിസ്തുവിനോട് എന്നെ അനുരൂപരാക്കി തീർത്തു. ഇത് ദൈവത്തിൻ്റെ കരുണയല്ലേ? ഏതെങ്കിലുമൊക്കെ ഒരു മനുഷ്യനെ കൊണ്ട് നടക്കുന്നൊരു കാര്യമാണോ? ഞാൻ കഴിഞ്ഞ രാത്രി പറഞ്ഞൊരു കാര്യമുണ്ട്, ആ നീതിമാനായ, സർവശക്തനായ, സർവജ്ഞാനിയായ, അത്യുന്നതനായ, സകലത്തിൻ്റെ കാരണഭൂതനായ ദൈവത്തോട് അനുരൂപരാക്കി എന്നെ തീർക്കുമെന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനെ കൊണ്ട് കഴിയുന്ന കാര്യമാണോ? ദൈവിക സങ്കല്പത്തിനകത്തു നിന്ന് മനുഷ്യനെ ഇത്രടി മാത്രം മാറ്റി നിർത്തുന്ന പല സങ്കല്പങ്ങളും ആശയങ്ങളുമുള്ള കാലഘട്ടത്തിനകത്ത് നമ്മൾ വിശ്വസിക്കുന്ന ആത്മീകതയുടെ പരമകോടി ഇനി വെളിപ്പെടുമ്പോൾ പറയുന്നത്, നാം ആ കർത്താവിനോട് സമന്മാരാകുന്നൊരു കാലം വരുന്നുണ്ട്. അവിടുത്തെ തേജസ്സുള്ള ശരീരത്തോട് നമ്മൾ അനുരൂപപ്പെടുന്ന ഒരു കാലം വരുന്നുണ്ട്. നമ്മുടെ താഴ്ചയുള്ള ശരീരം അവിടുത്തെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപരാകപ്പെടുന്ന ഒരു കാലം ഇനി വരുന്നുണ്ട്. ഇനി വർത്തമാനകാലത്തേക്ക് നോക്കിക്കേ. ഈ കാലഘട്ടത്തിനകത്തും നമ്മെ അവിടുന്ന് തിരഞ്ഞെടുത്ത് അവിടുത്തെ കുടുംബത്തിനകത്താക്കിയിട്ട് എന്തു ദൗത്യമാണ് നമുക്ക് തന്നത്? ക്രിസ്തു എന്ന തലയോളം ഓരോ തലങ്ങളായി വളരാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ് നമ്മൾ എന്ന് പറഞ്ഞാൽ, ഇപ്പോഴേ നമ്മൾ വളർച്ചയുടെ തലത്തിനകത്ത് ക്രിസ്തുവിനെ പോലെയാകാൻ, ക്രിസ്തുവിനെ പോലെ ജീവിക്കാൻ. അതുകൊണ്ട് പൗലോസിന്റെ പദങ്ങൾ, ക്രിസ്തുവിൽ എന്ന പദം ആവർത്തിച്ച് പറയുന്നതിന്റെ കാര്യം, ക്രിസ്തുവിനോട് അനുരൂപപ്പെടുവാൻ, അവിടുത്തെ സ്വഭാവത്തോട്, അവിടുത്തെ വിശുദ്ധിയോട്, അവിടുത്തെ ജീവിതത്തോട്, അവിടുത്തെ നൈർമല്യതയോട് അനുരൂപപ്പെടാൻ വിളിക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളെങ്കിൽ, അതിനായി ദൈവം നമ്മോട് കാണിച്ച ആ ദൈവത്തിന്റെ വലിയ ദയയാണ് ദൈവത്തിന്റെ കുടുംബത്തിനകത്ത് നമ്മെ ദത്തെടുക്കാനിടയായി.
ഈ ദത്തെടുപ്പെന്നൊക്കെ പദം നമുക്കറിയാം. ഇവിടെയുള്ള ആ ദത്തെടുപ്പിൻ്റെ പ്രക്രിയ നമുക്കറിയാം. ഒരു കുഞ്ഞിനെ ദത്തെടുക്കണമെങ്കിൽ അതിന് ലീഗലി എഴുതി വെക്കേണ്ട ഓഹരികൾ, അതിൻ്റെ എത്ര ശതമാനം, എത്ര ലീഗൽ അവകാശങ്ങൾ, ഇതിൻ്റെ പ്രക്രിയകൾ മുഴുവൻ ഏറ്റവും കൃത്യമായിട്ട് ഘട്ടം ഘട്ടമായി പൂർത്തീകരിക്കപ്പെട്ടാൽ മാത്രമേ ഒരു കുഞ്ഞിനെ നമുക്ക് ലീഗലി ദത്തെടുക്കാൻ പറ്റത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ അത് ഒറ്റ ദിവസം കൊണ്ട് നടക്കുന്ന കാര്യമല്ല, അതൊരു ലോങ് പ്രോസസ്സ് തന്നെയാണ്. അത് മുഴുവൻ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ലീഗലി ഒരു കുഞ്ഞിനെ ദത്തെടുക്കാൻ പറ്റത്തുള്ളൂ. പക്ഷെ ലീഗലി ഒരു കുഞ്ഞിനെ ദത്തെടുത്തെന്ന് പറഞ്ഞാലും ഒരു പക്ഷേ ആ കുഞ്ഞ് പലയിടത്തും അനുഭവിക്കുന്ന അതിൻ്റെ സ്നേഹങ്ങൾ, അതിൻ്റെ മറ്റ് പ്രിവിലേജുകളൊക്കെ നോക്കിയാൽ പലയിടത്തും പല വാർത്തകൾ നമ്മെ ഞെട്ടിപ്പിച്ചിട്ടുണ്ട്. ഈ ദത്തെടുക്കപ്പെട്ട കുട്ടി അനുഭവിക്കുന്ന ഒത്തിരി പരിമിതികൾ, അതിൻ്റെ ബുദ്ധിമുട്ടുകൾ, ഇങ്ങനെയുള്ള വാർത്തകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ദൈവത്തിൻ്റെ ദത്തെടുപ്പിനകത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദത്തെടുത്ത അന്ന് തൊട്ട് അപ്പൻ എന്തൊക്കെയുണ്ടോ, അപ്പൻ വസിക്കുന്നിടത്ത് എന്തൊക്കെയുണ്ടോ അത് മുഴുവൻ യാതൊരു ബാര്യതകളുമില്ലാതെ അവന് മുമ്പിൽ ഓപ്പണാക്കി കൊടുത്ത് നാഴിക വിനാഴിക വ്യത്യാസമില്ലാതെ അവൻ എപ്പോഴൊക്കെ അത് അനുഭവിക്കണോ അവന് മുമ്പിൽ അത് അനുഭവിക്കാൻ പാകത്തിന് സ്വർഗം തുറന്നു കൊടുത്തെങ്കിൽ ആ സ്വർഗത്തിൽ എന്തൊക്കെ അവൻ അധികാരമുണ്ടോ അധികാരങ്ങൾ മുഴുവൻ ഈ ഭൂമിയിൽ അനുഭവിക്കാൻ അവന് മുമ്പിൽ തുറന്നു കൊടുക്കപ്പെട്ട ദൈവിക പദ്ധതിക്ക് ഇന്ന് രാത്രി എന്നെയും നിങ്ങളെയും ദൈവം ഭാഗമാക്കിയെങ്കിൽ നന്ദി പറയാൻ ഒരു കാരണമുണ്ടെങ്കിൽ എന്നെ അവിടുന്ന് ദത്തെടുത്തു, ദൈവിക കുടുംബത്തിലേക്ക് എന്നെ അഡോപ്റ്റ് ചെയ്തു. എൻ്റെ പ്രിയരെ, ഈ ദൈവിക കുടുംബത്തിലേക്ക് നമ്മെ ദത്തെടുത്തിയത് തന്നെ ഒരു ദൈവത്തിൻ്റെ കരുണയല്ലേ? അപ്പം സ്തോത്രം പറയാൻ ഒന്നാമത്തെ കാരണം അവിടുന്ന് എന്നെ നീതീകരിച്ചത് കൊണ്ട് സ്തോത്രം. 2, അവിടുന്ന് എന്നെ ദത്തെടുത്തു, അവിടുത്തെ പോലെ ആകാൻ എനിക്ക് അവസരം തന്നതുകൊണ്ട് സ്തോത്രം. ഇനി മൂന്നാമത്തെ കാര്യം, ഞാൻ ഇനി ഒരിക്കലും ന്യായപ്രമാണത്തിന്റെ കീഴിലല്ല. വി ആർ നോട്ട് പ്ലേസ്ഡ് അണ്ടർ ലോ, ബട്ട് വി ആർ പ്ലേസ്ഡ് അണ്ടർ ഹിസ് ഗ്രേസ്. നമ്മൾ ന്യായപ്രമാണത്തിന്റെ കീഴെയുള്ളവരല്ല, നമ്മൾ കൃപയുടെ കീഴെയുള്ളവരാ. ഈ ന്യായപ്രമാണത്തിന്റെ കീഴെയുള്ളവരായിരുന്നെങ്കിൽ ഇത്രയും സ്വാതന്ത്ര്യത്തോടെ ഇന്ന് രാത്രി ഇവിടെ ഇരിക്കാൻ പറ്റത്തില്ല. കാരണം ഞാൻ പറഞ്ഞതുപോലെ ന്യായപ്രമാണവും എൻ്റെ ജഡവും ഈ 2 കാര്യം കൂടെ കോർത്തു വരുമ്പം ഒരിക്കലും മനുഷ്യൻ അതിൻ്റെ സ്വാതന്ത്ര്യം അതിൻ്റെ പൂർണ്ണകായ നിലയിൽ അനുഭവിക്കാൻ പറ്റത്തില്ല. പക്ഷെ ഇപ്പോൾ കൃപയുടെ കാലഘട്ടത്തിൽ ഒരു ദൈവപൈതൽ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രത്യേകത തകർച്ചകൾ വരാഞ്ഞിട്ടല്ല, സ്നേഹത്തിൽ നിന്ന് വിട്ടു പോകാഞ്ഞിട്ടല്ല, പക്ഷെ അപ്പോഴും കൃപയുടെ ഒരു മറവിനകത്ത് അപ്പൻ്റെ സാന്നിധ്യത്തിലേക്ക് ഓടി വരുവാൻ ഒരു വിശാലമായ വാതിൽ ദൈവം നമുക്ക് തുറന്നിട്ടു. എൻ്റെ പ്രിയരെ, ന്യായപ്രമാണത്തിൻ്റെ കീഴിലായിരുന്നെങ്കിൽ ആ ചട്ടങ്ങളൊന്നും നിവർത്തിക്കാൻ പാകത്തിന് ശേഷിയുള്ളവരൊന്നുമല്ല ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്നത്. നമ്മളെ കൊണ്ട് സാമ്പത്തികമായിട്ട് അത് ഫുൾഫിൽ ചെയ്യാൻ പറ്റത്തില്ല, നമ്മുടെ ജഡത്തെ നമുക്കത് ഫുൾഫിൽ ചെയ്യാൻ പറ്റത്തില്ല, നമ്മുടെ പ്രവർത്തികൾ കൊണ്ട് നമുക്കത് ഫുൾഫിൽ ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇത് പലതും ഭയങ്കര കഠിനമാണ്. എന്നാൽ ഇന്ന് നമുക്ക് ആ കൃപയാൽ അനുദിന ജീവിതത്തിൽ അവിടുന്ന് തരുന്ന കൃപയുടെ കവചം കൊണ്ട് അപ്പനെ സ്നേഹിക്കാനും അപ്പനെ അറിയാനും അപ്പനെ അനുഭവിപ്പാനും അപ്പനെ ആസ്വദിപ്പാനും അപ്പൻ്റെ സ്നേഹത്തോടൊപ്പം നടക്കാനും നമുക്ക് അവസരം കിട്ടിയതിന് ഒറ്റ കാരണമേ ഉള്ളൂ. അതിൻ്റെ പേരാണ് ഗ്രേസ് എന്ന് പറയുന്നത്, കൃപ എന്ന് പറയുന്നത്. എനിക്ക് നിവർത്തിക്കാൻ കഴിയാത്ത ന്യായപ്രമാണത്തെ അവിടുന്ന് കാൽവറിയിൽ മരിച്ചത് കൊണ്ട് ന്യായപ്രമാണം നീക്കുകയല്ല ചെയ്തത്, ന്യായപ്രമാണം നിവർത്തിക്കുകയാണ് ചെയ്തത്. അവിടുന്ന് ന്യായപ്രമാണം നീക്കേണ്ടതിനല്ല, ന്യായപ്രമാണം നിവർത്തിക്കേണ്ടതിന് വന്ന് ന്യായപ്രമാണം ഒരു മനുഷ്യ ജഡത്തിൽ കഴിയാത്തതൊക്കെ ന്യായപ്രമാണത്തിൻ്റെ മുഴുവൻ പ്രവൃത്തികളെയും എൻ്റെ കർത്താവ് അവിടുന്ന് നിവർത്തിച്ചത് കൊണ്ട് അതിൻ്റെ ഒരു ഭാണ്ഡക്കെട്ടും എൻ്റെ മുകളിൽ ഇട്ടുതരാതെ ഇന്നെനിക്ക് സ്വാതന്ത്ര്യത്തോടെ അപ്പൻ്റെ മുമ്പിൽ വന്നിട്ട് അപ്പാ എന്ന് വിളിക്കാൻ അവസരം കിട്ടിയതിനേക്കാൾ വലിയ ഭാഗ്യമില്ലെന്ന് വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രി ഇതിനകത്തുണ്ടെങ്കിൽ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യത്തിനൊന്ന് നന്ദി പറ. അനുഭവിക്കുന്ന സ്വാതന്ത്ര്യത്തിന് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഒരേകാധിപതിയുടെ കീഴിലല്ല നമ്മൾ വന്നത്, നമുക്ക് സ്വാതന്ത്ര്യം തരുന്ന, നമുക്ക് സ്വാതന്ത്ര്യം തന്ന ഒരപ്പൻ്റെ മുമ്പിലാണെങ്കിൽ ധൈര്യത്തോടെ ദൈവത്തിന് നന്ദി പറഞ്ഞിട്ട് പറ, അവിടുത്തെ സ്വാതന്ത്ര്യം. ഈദ് പോലെയോ മറ്റുള്ള ഏകാധിപതിമാരെ പോലെയോ ഒരു ഏകാധിപതിയായിരുന്നു നമ്മുടെ കർത്താവെങ്കിൽ ഇന്ന് രാത്രി ഞാൻ നിങ്ങൾ സർവൈവ് ചെയ്യത്തില്ല. ഒരു ഏകാധിപതിയുടെ മുമ്പിൽ കിം ജോ ഉന്നിനെ പോലെ തൻ്റെ പത്രസമ്മേളനത്തിൻ്റെ മുമ്പിൽ ഒന്ന് കണ്ണിമ വിട്ടുന്ന ഒരുവൻ അന്നരം കിട്ടും, വെടിവെച്ച് കൊല്ലും.
ഈ മനുഷ്യൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഒരാൾ ഇട്ടിരിക്കുന്നത് കണ്ടു. ഇദ്ദേഹം എങ്ങനെയാണ് ഒരു ബില്ല് പാസ്സാക്കുന്നതെന്ന്. അദ്ദേഹം ഒരു കാര്യം പറയും, എന്നിട്ട് നേരെ നോക്കും. ഈ കൈ പൊക്കുമ്പോൾ എല്ലാവരും ഒരുപോലെ കൈപൊക്കിയില്ലെങ്കിൽ, കൈ കൊട്ടുമ്പോൾ എല്ലാവരും ഒരുപോലെ കൈകൊട്ടുന്നില്ലെങ്കിൽ ആ മനുഷ്യനെ കൃത്യമായിട്ട് ആ മനുഷ്യനെ അവിടെ എഴുന്നേൽപ്പിച്ച് നിർത്തും. അല്ലെങ്കിൽ അടുത്ത ശിക്ഷാവിധികൾക്ക് ആ മനുഷ്യനെ വിധേയനാക്കും, കൊന്നുകളയും. ഞാൻ ചോദിക്കട്ടെ, അങ്ങനൊരു ഏകാധിപതിയായിരുന്നു നമ്മുടെ ദൈവമെങ്കിൽ ഉറപ്പാണ് ഇന്ന് രാത്രി ഇവിടെ പ്രസംഗിക്കാൻ ഞാൻ സർവൈവ് ചെയ്യത്തില്ല. ഇന്ന് രാത്രി കേൾക്കാൻ നിങ്ങളാരും ഇവിടെ സർവൈവ് ചെയ്ത് വന്നിരിക്കത്തില്ല. പക്ഷേ ജീവിതത്തിൽ പലപ്പോഴും തകർന്നുടഞ്ഞു പോയപ്പോഴും പാട്ടുകാരൻ പറയുന്നത് പോലെ ജീവിതത്തിൽ പല വീഴ്ചകൾ വന്നിട്ടും ഒട്ടും നിഷേധിക്കാതെ എന്നെ കേവലം സ്നേഹിച്ച് പാലിച്ച ദൈവത്തിൻ്റെ കൃപയും സ്നേഹവും ഓർത്ത് ഇന്ന് രാത്രി നന്ദി പറയാൻ അന്തരാത്മാവിൽ തുടിക്കുന്നവർ ഇതിനകത്തുണ്ടെങ്കിൽ ആഴത്തിൽ ദൈവത്തിന് നന്ദി പറഞ്ഞിട്ട് പറയണം. അല്പദൂരമൊന്നുമല്ല, ഒത്തിരി ദൂരം ഓടിയിട്ടുണ്ട്, ഒത്തിരി ദൂരം പലപ്പോഴും പോയിട്ടുണ്ട്. അപ്പൻ്റെ സ്നേഹത്തെ വിട്ട് ഞാൻ എത്ര ദൂരം ഓടിയിട്ടുണ്ട്. ഞാൻ എത്ര ദൂരം ഓടിയപ്പോഴും അത്ര നേരം എന്നെ കാത്തിരുന്ന് ഓടി വന്നപ്പോഴും ദിവ്യ അധികാരങ്ങൾ തന്നെ എന്നെ ആ വീട്ടിലേക്ക് തിരിച്ചു കയറ്റി. ആ വീട്ടിൽ എന്തൊക്കെയുണ്ടോ ആ ദിവ്യമായത് മുഴുവൻ എനിക്കും തന്ന ഒരപ്പൻ ഇന്ന് രാത്രി എനിക്കുണ്ടെന്ന്, അങ്ങനെ ഒരു കൃപയുടെ കീഴിലാണ് ഞാൻ ഇരിക്കുന്നതെന്ന് ബോധ്യമുള്ളവർ ഇതിനകത്തുണ്ടെങ്കിൽ അല്പനിമിഷം ആ കർത്താവിന് ധൈര്യത്തോടൊന്ന് നന്ദി പറഞ്ഞിട്ട് പറ. അത്ര വലിയ കൃപയുടെ കീഴിൽ അവിടുന്ന് എന്നെ മറച്ചതുകൊണ്ട്, അവിടുന്ന് എന്നെ ഉയർത്തിയത് കൊണ്ട്, എന്റെ താഴ്ചയിൽ എന്നെ ഓർത്തത് കൊണ്ട്, അവിടുന്ന് എന്റെ കരം പിടിച്ചത് കൊണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരാജയം എന്നത് ഏറ്റവും സ്വാഭാവികമാണ്. മനുഷ്യനല്ലേ, പരാജയപ്പെടും. പക്ഷേ ആ പരാജയത്തെ അതിൻ്റെ ഏറ്റവും ഗൗരവത്തിൽ കണ്ട അപ്പൻ്റെ മുമ്പിൽ വരാൻ മനസ്സുണ്ടെങ്കിൽ നിങ്ങളുടെ പരാജയത്തെ ഇത്രത്തോളം അറിയുന്ന മറ്റൊരാളില്ല. മനുഷ്യൻ പരാജയങ്ങളെ കൊട്ടിഘോഷിക്കത്തേയുള്ളൂ. മനുഷ്യൻ പരാജയങ്ങളെ ഷെയർ ചെയ്ത് വിടത്തേയുള്ളൂ. മനുഷ്യൻ ഒരുവന് വന്ന തകർച്ചകളെ എത്രത്തോളം ആഘോഷിക്കാൻ പറ്റുമോ അതിൻ്റെ ആഘോഷിക്കും. ഒരുവൻ വീണാൽ അവൻ്റെ പുറത്ത് 4 വട്ടം ചവിട്ടിക്കയറി നൃത്തമാടാനേ മനുഷ്യൻ നോക്കത്തുള്ളൂ. അതാണ് മനുഷ്യൻ്റെ പ്രവൃത്തി. പക്ഷെ ഒരുവൻ വീണത് കൊണ്ട് അവനെ അവിടെ ഉപേക്ഷിച്ച് കളയുന്ന ഒരു അപ്പനെയല്ല ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്നത്. 99 മാറ്റി നിർത്തിയിട്ട് ഒന്നിനു വേണ്ടി ഓടിച്ചെന്ന് അതിനെ കുഴിക്കകത്തുനിന്ന് എടുത്ത് തോളിലെടുത്ത് തിരിച്ചു വീട്ടിൽ കൊണ്ടുവന്ന് നല്ലൊരു ഇടയനെ പരിചയപ്പെടുത്തിയ ഒരപ്പനെയാണ് ഇന്ന് രാത്രി ഞാൻ പരിചയപ്പെടുത്തുന്നത്. എത്ര പരാജയങ്ങൾ ജീവിതത്തിനകത്ത് വന്നാലും, എത്ര തകർച്ചകൾ ജീവിതത്തിനകത്ത് വന്നാലും അത് നിങ്ങളുടെ അവസാനമല്ല. അപ്പൻ്റെ സ്നേഹത്തിലേക്ക് ഓടി വരാൻ മനസ്സുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഇനിയും സാധ്യതയുണ്ട്. അവിടെ ഇനിയും നിങ്ങൾക്ക് സാധ്യതയുണ്ട്. ആരൊക്കെ കൈവിട്ടാലും കൈവിടാത്ത ഒരപ്പൻ നിങ്ങൾക്ക് അവിടെയുണ്ട്. എത്രയൊക്കെ ജീവിതത്തിനകത്ത് തോറ്റുപോയാലും തിരിച്ചോടി വരുമ്പോൾ ആ വീട്ടിലേക്ക് തിരിച്ചു ചേർക്കുന്ന സ്നേഹവായ്പോടെ വാരിപ്പുണരുന്ന ഒരപ്പനുണ്ടെന്ന് ഇന്ന് രാത്രി തിരിച്ചറിയുന്നവർ ഇതിനകത്തുണ്ടെങ്കിൽ ഓടി വരണം. ആ കൃപാകടലിനകത്തേക്ക്, സ്നേഹം ചൊരിയുന്ന അപ്പൻ്റെ അടുത്തേക്ക്, സാന്നിധ്യം പകരുന്ന അപ്പൻ്റെ അടുത്തേക്ക്, ചേർത്ത് പിടിക്കുന്ന അപ്പൻ്റെ അടുത്തേക്ക് ഓടി വരണം. അവിടുന്ന് നമ്മെ ചേർത്ത് പിടിക്കും. പരാജയങ്ങൾ നിങ്ങളുടെ അവസാനമാകാൻ നിങ്ങളുടെ അപ്പൻ അനുവദിക്കത്തില്ല. എൻ്റെ അപ്പൻ അനുവദിക്കത്തില്ല. പരാജയങ്ങൾ നമ്മുടെ ഒരു അവസാനമായിരുന്നെങ്കിൽ നമ്മളൊക്കെ എപ്പോഴേ പരാജയത്തിൻ്റെ ലിസ്റ്റിനകത്ത് പേരെഴുതപ്പെട്ടു പോയേനെ. പക്ഷെ പരാജയപ്പെടാഞ്ഞിട്ടൊന്നുമല്ല, കൃപയാൽ ഇപ്പോഴും നമ്മൾ സർവൈവ് ചെയ്യുക. ഇന്ന് രാത്രി ആ ക്രിസ്തുവിൻ്റെ കൃപയാണ് നമ്മുടെ നിലനിൽപ്പിൻ്റെ ആധാരം. അതുകൊണ്ട് നമുക്ക് പാടാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, നമുക്ക് പ്രശംസിപ്പാൻ എന്തുണ്ടെങ്കിൽ, പാട്ടുകാരൻ പാടുന്നത് പോലെ എനിക്ക് പാട്ടും പ്രശംസയും ദൈവ കുഞ്ഞാടും അവിടുത്തെ കുരിശും. ഇന്ന് രാത്രി മറ്റൊന്നും എനിക്ക് പ്രശംസിപ്പാനില്ല, മറ്റൊന്നിലും എനിക്ക് പാടാനില്ല, മറ്റൊന്നിലും എനിക്ക് പുകഴാനില്ല. ന്യായപ്രമാണത്തിൻ്റെ കീഴായിരുന്നെങ്കിൽ സർവൈവ് ചെയ്യത്തില്ല. പക്ഷെ ന്യായപ്രമാണം നിവർത്തിച്ച യേശുക്രിസ്തുവിൻ്റെ കൃപയുടെ കീഴിലായതുകൊണ്ട് ഞാൻ ഇന്നും നിലനിൽക്കുന്നു, നാളെയും നിലനിൽക്കും. ആ ക്രൂശ് മുഖാന്തരം എനിക്ക് അന്ത്യത്തോളം ജയമുണ്ടെന്ന് വിശ്വസിച്ച് ഇന്ന് രാത്രി അപ്പൻ്റെ സ്നേഹത്തിന് മുമ്പിൽ കമണ് വീണിട്ട് പറയണം, എനിക്ക് ജയം തരുന്ന ഒരു അപ്പനുണ്ട്. 100-1 മാത്രമല്ല, 10-1 മാത്രമല്ല, 2-1 സ്നേഹിച്ചപ്പനാ. അവന് വേണ്ടി ഒരു ആയുസ് മുഴുവൻ മാറ്റിവെച്ച, ശരിക്കും ആ ഓടിപ്പോയവനെ പറ്റി ഒരായുസ് മുഴുവൻ അപ്പന് സങ്കടമേ ഉള്ളൂ. കാരണം ജീവിച്ചിരിക്കും കാലഘട്ടത്തിൽ തന്നെ അപ്പൻ്റെ തലയവൻ ചോദ്യം ചെയ്തവനാ. ഒരു ട്രാൻസ്ലേഷനകത്ത് ഞാൻ വായിച്ചത്, ഐ ക്യാൻ വെയിറ്റ് ആൻഡിൽ യോർ ഡെത്ത്. എന്നിൻ്റെ മരണം വരെ ഒന്നും എനിക്ക് കാത്തിരിക്കാൻ വയ്യ. അതുകൊണ്ട് എനിക്കെൻ്റെ ഇൻഹെറിറ്റൻസ്, എനിക്കെൻ്റെ അവകാശം എനിക്ക് ഇപ്പം വേണം. അപ്പൻ്റെ തലയവൻ അപമാനിച്ചവനാ.
പക്ഷേ അപമാനിച്ചവനും ആ ഇൻഹെറിറ്റൻസ് കൊടുത്തു, അവൻ്റെ അവകാശം അവന് കൊടുത്തു. അവൻ്റെ അവകാശവുമായിട്ട് അവൻ പോയി. അപ്പൻ്റെ നിരാശ അവിടെ തുടങ്ങിയതല്ല. അവൻ പറഞ്ഞപ്പോഴേ അവൻ ലിറ്ററലി അപ്പൻ്റെ മരണം അവിടെ സംഭവിച്ചത്. കാരണം അപ്പൻ്റെ മരണത്തിനപ്പുറത്തേക്ക് പോകാൻ അവൻ ആഗ്രഹിച്ചു. എന്നാൽ അന്ന് തൊട്ട് തുടങ്ങിയ വേദനയാ. ഇവൻ പോയി, ഇവൻ അടിച്ചു പൊളിച്ച് തകർത്ത് തിമിർത്ത് ജീവിക്കുന്ന കാലഘട്ടത്തിലും സങ്കടപ്പെടുന്ന ഒരു അപ്പൻ അവനെയും കത്ത വീട്ടിൻ്റെ പൂമുഖത്തകത്ത് ഇരിപ്പുണ്ട്. കാരണം അപ്പൻ്റെ അകത്ത് അപ്പോഴും ഒരു സങ്കടമുണ്ട്. പക്ഷെ അപ്പനൊരു ഉറപ്പുണ്ട്, ഇവൻ പോയിട്ട് ഒരു ദിവസം തിരിച്ചു വരും. സ്നേഹമ വെളിപ്പെടുത്തിയത്. ഇവനെല്ലാം തകർത്ത് കളഞ്ഞപ്പോൾ ഒരു ദിവസം സുബോധം വന്നു. സുബോധം വന്നപ്പോൾ ഇവൻ ആദ്യം ഓർത്തത് അപ്പൻ്റെ വീട്ടിലെ സ്വത്തിനെയല്ല, അപ്പനെ അവൻ ഓർത്തത്. സ്വത്ത് പോയവൻ സ്വത്തിനെ ഓർത്തിരുന്നെങ്കിൽ സ്വത്ത് ലഭിക്കുന്ന മറ്റൊടത്തവൻ പോയേനെ. പക്ഷേ അവൻ സ്വത്തല്ല ഓർത്തത്. അവസാനം സുബോധം വന്നപ്പോൾ അപ്പനെ അവൻ ഓർത്തത്. ഇതാ മാനസാന്തരം എന്ന് പറയുന്നേ, ഇതാ കൃപയിലേക്കുള്ള തിരിച്ചുവരമെന്ന് പറയുന്നത്. സ്വത്തിനെ ഓർക്കുന്നതല്ല മാനസാന്തരം, നന്മ ഓർക്കുന്നതല്ല മാനസാന്തരം, അപ്പനെ ഓർക്കുന്നതാണ് മാനസാന്തരം. അപ്പൻ്റെ സ്നേഹത്തെ ഓർക്കുന്നതാണ് മാനസാന്തരം. അപ്പൻ്റെ വീട് ഓർക്കുന്നതാണ് മാനസാന്തരം. മാനസാന്തരം എന്നത് അപ്പൻ്റെ അടുക്കിലേക്കുള്ള തിരിച്ചുവരമാണ് മാനസാന്തരം. കണ്ണൽപ്പം ഈറനറിയുന്നത് മാനസാന്തരത്തിൻ്റെ ഒരു ലക്ഷണമാണ്. കരയുന്നത് മാനസാന്തരത്തിൻ്റെ ഒരു ലക്ഷണമാണ്. അനുദപിക്കുന്നത് മാനസാന്തരത്തിൻ്റെ ഒരു ലക്ഷണമാണ്. പക്ഷേ അനുദപിച്ചുകൊണ്ട് അവസാനിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും മാനസാന്തരം പൂർണ്ണമാകത്തില്ല. യൂദയെപ്പറ്റി എഴുതി വെച്ചിരിക്കുന്ന ഒരു പദപ്രയോഗം ഇപ്രകാരമുണ്ട്: യേശുവിനെ ക്രൂശിക്കാൻ വിധിച്ചു എന്ന് കേട്ടപ്പോൾ യൂദ അനുദപിച്ചു. അവന് സങ്കടം വന്നു. അവൻ അനുദപിച്ചെന്നൊരു പദം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ അനുദപിച്ചെന്ന് പറഞ്ഞിട്ട് പിന്നെ എഴുതി വെച്ചത് അവൻ ഈ നാണയങ്ങൾ കൊണ്ടുവന്ന് മഹാപുരോഹിതന്മാരുടെ മുമ്പിൽ എറിഞ്ഞു കളഞ്ഞിട്ട് പോയി കെട്ടുഞാന്ന് ചത്തുകളഞ്ഞു. ശരിക്കും സംഭവിച്ചതെന്താ? അവൻ സങ്കടപ്പെട്ടു. അവന് അനുദപം സംഭവിച്ചോ? അനുതാപം സംഭവിച്ചു. പക്ഷെ അതൊരിക്കലും തിരിച്ചുവരവിലേക്കുള്ളൊരു മടങ്ങി വരവിലേക്കുള്ളതായി മാറിയില്ല. അതൊരിക്കലും മെറ്റാനോയി എന്നൊരു പദമല്ല ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അവനൊരു അനുതാപം സംഭവിച്ചു, അതിനകത്ത് നിന്നു. പക്ഷെ പൂർണ്ണമായിട്ട് അപ്പൻ്റെ സാന്നിധ്യം അവന് കൊതിക്കാൻ പറ്റിയില്ല, അടുത്തേക്ക് വന്ന് അനുഭവിക്കാൻ പറ്റിയില്ല. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു, അവൻ അത്രയും തകർന്നു പോയിട്ടും തിരിച്ചു വന്ന് ആ കർത്താവിൻ്റെ കാൽ കീഴിൽ അവൻ വീണ് കിടന്നാൽ ആ കാണിച്ചു കൊടുത്തവനോടും സ്നേഹത്തിൻ്റെ കടൽ അവൻ്റെ മുമ്പിൽ ഒഴുക്കാൻ കഴിയുന്ന ഒരപ്പനെയാണ് ഇന്ന് രാത്രി നമ്മൾ ഉയർത്തുന്നത്. എത്ര ജീവിതത്തിനകത്ത് തകർന്നു പോയോ അത്രയധികം മടങ്ങി വരാൻ, ജനുവിനായിട്ട് അപ്പൻ്റെ അടുക്കലേക്ക് തിരിച്ചു വരാൻ മനസ്സുണ്ടെങ്കിൽ തിരിച്ച് ചേർത്ത് പിടിക്കുന്ന ഒരപ്പനെയാണ് ഇന്ന് രാത്രി നമ്മൾ സേവിക്കുന്നത്. പത്രോസും തള്ളി പറഞ്ഞു. ശരിക്കും യൂദയുടെ ചരിത്രമൊക്കെ എഴുതി വെച്ചപ്പം ആദ്യം ശരിക്കും നമ്മൾ ഗോസ്പലിനകത്ത് തന്നെ നോക്കുമ്പം അത് എഴുതിയവർ ഈ കൂടെ സഞ്ചരിച്ചവരൊക്കെ തന്നെ അല്ലേ. അതുകൊണ്ട് തന്നെ ഇവർ യൂദയെ കണ്ട് അവരുടേതായ റിമാർക്കുകൾ അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അവൻ കള്ളനാകെ കൊണ്ടും പണസഞ്ചി അവൻ്റെ കയ്യിലാകെ കൊണ്ടും അവൻ അതിനകത്തുനിന്ന് എടുത്തു പോരക കൊണ്ടും തന്നെ. അവരുടെ റിമാർക്കാ. എന്ന് പറഞ്ഞാൽ അവർ കണ്ടതും അവർ കേട്ടതും അവർ എഴുതി വെച്ചു. ഈ പുള്ളി ഈ പണസഞ്ചി ഉള്ളപ്പോൾ തന്നെ അതിനകത്തുനിന്ന് എടുത്തു പോരുന്നവനാ. അത്ഭുതമില്ല 30 വെള്ളിക്കാശിന് കർത്താവിനെ ഒറ്റിക്കൊടുക്കുന്നതിന്. അവൻ ഒറ്റിക്കൊടുത്തു. പക്ഷെ പത്രോസിനെ സംബന്ധിച്ച് നോക്കിയാൽ ഒരിക്കലും ആ മനുഷ്യൻ അങ്ങനെ അല്ലായിരുന്നു. തീവ്രമായി നിന്നവൻ, തീവ്ര വെളിപ്പാടുകൾ പറഞ്ഞവൻ, മറ്റാർക്ക് കിട്ടാത്ത ആത്മീക കാഴ്ചപ്പാടുകൾ പറഞ്ഞവൻ, അത്യുന്നതനായ ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവെന്ന വെളിപ്പാട് പറഞ്ഞവൻ, നിത്യജീവന്റെ മൊഴികൾ അങ്ങയുടെ പക്കലല്ലേ ഉള്ളത്, അങ്ങേ വിട്ട് ഞങ്ങൾ എവിടെ പോകുമെന്ന് പറഞ്ഞവൻ. എത്ര ആത്മീക വെളിപ്പാടുകളുടെ പരമ്പരയായി മനുഷ്യൻ നിന്ന് പുറത്തു വന്നത്. പക്ഷെ അവസാനം എന്ത് സംഭവിച്ചു? ഒറ്റ ചോദ്യം. ജീവനെ പേടിച്ചുകൊണ്ട് യേശുവിനെ പ്രാകാനും ആണയിടാനും തുടങ്ങി. എൻ്റെ പ്രിയരെ, പലപ്പോഴും ജീവിതത്തിനകത്തെ ധൈര്യത്തിന് ഇത്രയുള്ള ആയുസ്. നമ്മളൊക്കെ മരണം വരെ കർത്താവിനെ വിട്ട് പോകത്തില്ലെന്ന് പറഞ്ഞവൻ ഒരൊറ്റ ചോദ്യം മതിയായിരുന്നു, പ്രാകാനും ആണയിടാനും. എൻ്റെ പ്രിയരെ, പറയുന്നതിനേക്കാൾ പാടാണ് പല മേഖലകൾക്കകത്തും ധൈര്യം കാണിക്കാൻ. ആയുധങ്ങളുടെ മുമ്പിൽ ഞാൻ നിൽക്കുമെന്ന് പറയുമ്പോൾ എളുപ്പമാണ്. പക്ഷേ ആയുധങ്ങളുടെ മുമ്പിൽ തലവെച്ച് കൊടുക്കുമ്പോൾ വരുന്ന മാനസികാവസ്ഥയും അതിനോടുള്ള പ്രതികരണവും അല്പം പാടാ, എളുപ്പമുള്ള കാര്യമല്ല. പക്ഷേ ഈ മനുഷ്യൻ തള്ളിക്കളഞ്ഞു. അവൻ യേശുവിനെ തള്ളിപ്പറഞ്ഞു, 3 വട്ടം തള്ളിപ്പറഞ്ഞു, പ്രാകാനും ആണയിടാനും തുടങ്ങി. പക്ഷേ അതിനപ്പുറത്തേക്ക് കർത്താവിൻ്റെ മുമ്പിൽ അവൻ അനുദപിച്ച് പൊട്ടിക്കരഞ്ഞൊരു പ്രഭാതം അവൻ്റെ ലൈഫിനെ അടയാളപ്പെടുത്താനിടയായി. ഒരു വെളിച്ചം മാറി സന്ധ്യ മയങ്ങിയ സമയത്ത് അവൻ തള്ളിപ്പറഞ്ഞെങ്കിൽ ഇരുട്ടുമാറി വെളിച്ചം വരുന്ന ഒരു പ്രഭാതത്തിനകത്ത് കർത്താവിൻ്റെ നോട്ടത്തിന് മുമ്പിൽ അവൻ പുറത്തുപോയി അതിദുഃഖത്തോടെ പൊട്ടിക്കരഞ്ഞെങ്കിൽ അന്ന് പ്രഭാതത്തിൽ അപ്പൻ്റെ സാന്നിധ്യത്തിലേക്കൊരു മടങ്ങി വരവ് സംഭവിക്കുക. പക്ഷെ ആ എൻകൗണ്ടർ അവിടെ കൊണ്ട് നിന്നില്ല. പിന്നീട് 7 പേർ പോയി അവർ മത്സ്യം പിടിക്കാൻ നോക്കുമ്പം ഒന്നും ലഭിക്കാത്തവരായി നിൽക്കുന്ന ഒരു പ്രഭാതത്തിനകത്ത് ചെന്ന് കർത്താവ് എൻകൗണ്ടർ ചെയ്ത് അവനെ തിരിച്ചു വിളിച്ച് 3 ചോദ്യങ്ങളുടെ മുമ്പിൽ, നീ വാസ്തവമായിട്ട് എന്നെ സ്നേഹിക്കുന്നുവോ എന്ന 3 ചോദ്യങ്ങൾ
ദൈവങ്ങളുടെ മുമ്പിൽ ചങ്ക് പൊട്ടി അവൻ അവസാനം പറഞ്ഞു, കർത്താവേ, അങ്ങ് സകലതും അറിയുന്നു, ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു. അന്ന് സറണ്ടർ ചെയ്ത് കൊടുത്തതാണ്. അന്ന് അവൻ സ്നേഹത്തിലേക്ക് തിരികെ വന്നു, കർത്താവിൻ്റെ കൃപയിലേക്ക് അവൻ തിരികെ വന്നു. പിന്നെ പത്രോസിന്റെ ആയുസ് മുഴുവൻ നോക്കിയാൽ എവിടൊക്കെ അവൻ മനുഷ്യനവനെതിരായിട്ട് നിൽക്കുമ്പോഴും പറഞ്ഞു, മനുഷ്യനെ അല്ല ദൈവത്തെ പ്രസാദിപ്പിക്കുന്നത്, മനുഷ്യരെ അനുസരിക്കുക അല്ല ദൈവത്തെ അനുസരിക്കുന്നത്. കാരണം അവൻ അറിയാം, ഇനി ജീവിക്കുന്നത് ഞാൻ മനുഷ്യന്റെ പ്രമാണങ്ങൾക്കകത്തല്ല, ജീവിക്കുന്നത് ഞാൻ ദൈവകൃപയുടെ പ്രമാണത്തിനകത്ത്. ആ ചരിത്രത്തിനകത്തൊക്കെ എഴുതി വെക്കുന്നത് പലരും പറഞ്ഞു കേൾക്കുന്നത് നമുക്കറിയാം. ഏറ്റവും അവസാനം പത്രോസിനെ ക്രൂശിക്കാൻ കൊണ്ടുപോകുമ്പോഴും അവിടുന്ന് പറഞ്ഞു, എനിക്ക് ഇങ്ങനെ ക്രൂശിക്കപ്പെടണ്ട, എനിക്ക് തലകീഴായി ക്രൂശിക്കപ്പെടണം, യേശുവിൻ്റെ പാദുകം മുത്തി എനിക്ക് മരിക്കണമെന്ന് പറഞ്ഞ്. ഞാൻ ചോദിക്കട്ടെ, ഏറ്റവും അവസാന നിമിഷവും അവൻ്റെ സമർപ്പണം ഏറ്റവും അചഞ്ചലമായി ഉറപ്പിക്കപ്പെട്ടാണ് അവൻ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്നത്. ഞാൻ ചോദിക്കട്ടെ, നമുക്ക് മുമ്പിൽ ഒരു വെല്ലുവിളി ഇന്ന് രാത്രി വെക്കപ്പെടുകയാണ്. ജീവിതത്തിൻ്റെയൊക്കെ എവിടെയോ നമ്മൾ സെൽഫ് എസ്റ്റീമായി ഉയർത്തിപ്പിടിച്ച പലതും ജീവിതത്തിനകത്ത് ഇടിഞ്ഞ് തകർന്നു പോയിട്ടുണ്ട്. നമ്മുടെ തീരുമാനങ്ങളൊക്കെ ഉടഞ്ഞു പോയിട്ടുണ്ട്, നമ്മുടെ ധൈര്യമൊക്കെ താറുമാറായി പോയിട്ടുണ്ട്. പക്ഷേ അതിനകത്തുനിന്ന് കർത്താവ് ഇന്ന് രാത്രി തിരിച്ചു വിളിക്കുന്നു. തകർന്നു പോയ, മടുത്തുപോയ സമർപ്പണത്തിനകത്ത്, ചോദ്യമുയർന്നതിനകത്തുനിന്ന് ഇന്ന് രാത്രിയും ചേർത്ത് പിടിക്കാൻ ഒരു അപ്പനുണ്ട് കേട്ടോ. പണ്ടുള്ളതുപോലെ എല്ലാം തിരിച്ചു തരാൻ കാത്തിരിക്കുന്ന ഒരു അപ്പനുണ്ട്. ഓടിയ വീട്ടിലേക്ക് വന്നാൽ ആ മുടിയനായ പുത്രൻ ഓടി വരുമ്പോൾ കാത്തിരുന്ന അപ്പൻ ഓടിച്ചെന്ന് അവൻ്റെ മുഖം മുഴുവൻ ചുംബനങ്ങൾ കൊണ്ട് മൂടി അവൻ നഷ്ടപ്പെട്ടിട്ട് ഇട്ടുകളഞ്ഞിട്ട് വീട്ടിൽ പോയ ആ പഴയ വീട് അവന് തിരിച്ചു കൊടുത്ത ഒരപ്പനെ അവിടെ വെളിപ്പെടുത്തുന്നെങ്കിൽ ഇന്ന് രാത്രി ഇതാണ് നമ്മൾ സേവിക്കുന്ന നമ്മുടെ അപ്പൻ. എത്ര ദൂരം ഓടി എന്നതൊരു വിഷയമല്ല. തിരിച്ചു വരുവാൻ ഒരു മനസ്സുണ്ടെങ്കിൽ തിരിച്ച് ആ സ്വർഗീയ അവകാശങ്ങൾ, ആ കൃപ നമുക്ക് തരാൻ കഴിയുന്ന ഒരപ്പനെ ഇന്ന് രാത്രി ആസ്വദിക്കാൻ പറ്റുന്നവർ, എപ്പോഴെങ്കിലുമൊക്കെ ആ സ്നേഹം അനുഭവിച്ചിട്ടുള്ളവർ ഇതിനകത്ത് ഇരിപ്പുണ്ടെങ്കിൽ തിരിച്ചോടി വന്നപ്പോൾ ഒരിക്കലും എനിക്ക് അവിടുന്ന് റിജക്ഷൻ നേരിട്ടില്ല. എപ്പോഴൊക്കെ ഞാൻ ഓടി വന്നപ്പോഴും അന്നേരമൊക്കെ അപ്പൻ്റെ സ്നേഹ വായ്പകൾ, അപ്പൻ്റെ ആ മാർവോട് അവിടുത്തെ നെഞ്ചോട് ചേർന്നിരിക്കാൻ എനിക്ക് അവസരം കിട്ടിയത് ഒരു വലിയ ഭാഗ്യമാണെന്നും ഇപ്പോഴും എനിക്ക് അങ്ങനെ ഒരു മാർവുണ്ടെന്ന്, ഏത് നിമിഷവും ഓടിച്ചെല്ലുമ്പോൾ എന്നെ ചേർത്തടിപ്പിക്കുന്ന ഒരു മാർവ് എനിക്കുണ്ടെന്ന് ഇന്ന് രാത്രി അനുഭവിക്കുന്നവർ ഈ ഗ്രൗണ്ടിനകത്തുണ്ടെങ്കിൽ അപ്പൻ്റെ സ്നേഹത്തിലേക്ക് ഇന്ന് രാത്രി ഓടി വന്നിട്ട് പറ, ആ കൃപയോടെന്നെ ചേർത്ത് പിടിക്കുന്ന ഒരു അപ്പനുണ്ട്. ദൈവത്തിന്റെ വലിയ കരുണയല്ലേ ഇത്? വീഴ്ചകൾ കൊണ്ട് നമ്മൾ അവസാനിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ആ മരുഭൂമിയൊക്കെ എപ്പോഴേ ആവർത്തിച്ചു പോയനെ, 40 വർഷത്തെ വിൽഡർനെസ് ഒക്കെ എപ്പോഴേ ആവർത്തിച്ചു പോയനെ. പക്ഷെ 40 വർഷത്തെ വിൽഡർനെസ് നമ്മുടെ ലൈഫിനകത്ത് ആവർത്തിക്കാത്തതിന് ഒരൊറ്റ കാര്യമേ ഉള്ളൂ, നമ്മൾ ന്യായപ്രമാണത്തിൻ്റെ കീഴിലല്ല, നമ്മൾ കൃപയുടെ കീഴിലാണ്. യേശുക്രിസ്തുവിൻ്റെ കൃപയാൽ വീണ്ടെടുക്കപ്പെട്ട് രക്തത്താൽ കഴുകൽ പ്രാപിക്കപ്പെട്ട് അനുദിന വിശുദ്ധീകരണ പ്രക്രിയയിലൂടെ നമ്മൾ പോകുന്നു. ഇപ്പോഴും ദൈവം നമ്മുടെ മുമ്പിൽ സാധ്യതകൾ ഇട്ട് തരുന്നത് കൊണ്ട് ഇനി ആ മഹത്വമേറിയ അനുഭവത്തിലേക്ക് നമ്മൾ വരുന്നത് വരെ ആ കൃപയാലാണ് നമ്മൾ ജീവിക്കുന്നത്, കൃപയാൽ നമ്മൾ സർവൈവ് ചെയ്യുന്നത്, കൃപയാണ് നമ്മുടെ ലൈഫിൻ്റെ മാർക്കിംഗ് എന്ന് പറയുന്നത്. ഒറ്റ വാക്ക് ജീവിതത്തിൻ്റെ ടെസ്റ്റിമണി പറഞ്ഞാൽ പറയണം, എൻ്റെ ലൈഫിന് ഒരൊറ്റ ടെസ്റ്റിമണിയേ ഉള്ളൂ, അതാണ് ദൈവത്തിൻ്റെ കൃപ എന്ന് പറയുന്നത്. ന്യായപ്രമാണത്തിന് കീഴിൽ നിന്ന് കൃപയുടെ കീഴിലേക്ക് കൊണ്ടുവന്നതിനേക്കാൾ ഏറ്റവും വലിയ കരുണ വേറെ എന്താ? തീർന്നിട്ടില്ല. അടുത്തത്, ഈ കൃപയുടെ കാലത്തിനകത്ത് നമ്മളെ കൊണ്ടുവന്നു. പക്ഷേ നമ്മൾ ഇപ്പോഴും ജീവിക്കുന്നത് പഴയ കറപ്റ്റഡ് വേൾഡിൽ തന്നെയല്ലേ. നമ്മളെ മാറിയുള്ളൂ, നമ്മുടെ ലോകം മാറിയിട്ടില്ല, നമ്മുടെ ജോലിസ്ഥലം മാറിയിട്ടില്ല, നമ്മുടെ വിദ്യാഭ്യാസ മേഖലകൾ മാറിയിട്ടില്ല. ഇന്ന് രാത്രി ഞാൻ ഈ ക്രിസ്തുവിൻ്റെ സന്ദേശം പങ്കുവെക്കപ്പെടുമ്പം നിങ്ങൾ ചിന്തിച്ചാൽ മതി, നിങ്ങളുടെ അന്തരാത്മാവിൽ ഒരു രൂപാന്തരം വന്നിട്ട് നിങ്ങൾ നാളെ ജോലിക്ക് പോകുന്ന സ്ഥലത്തിന് ഒരു മാറ്റവും വരത്തില്ല, ആ ഹോസ്പിറ്റലിന് ഒരു മാറ്റം വരത്തില്ല, ആ മൾട്ടിനാഷണൽ കമ്പനികൾക്ക് ഒരു മാറ്റവും വരത്തില്ല, ആ വിദ്യാഭ്യാസ സ്ഥാപനത്തിന് ഒരു മാറ്റവും ഇല്ല. അതിനകത്ത് നിങ്ങളുടെ കൂടെയുള്ള സഹപാഠികൾ, അവരുടെ പെരുമാറ്റങ്ങൾ, അവരുടെ സംസാരങ്ങൾ, അവരുടെ ഇടപെടലുകൾ ഒരു മാറ്റം വരത്തില്ല. കാരണം നിങ്ങൾക്ക് മാത്രമേ ദൈവരാജ്യത്തിൻ്റെ വിത്ത് നിങ്ങളുടെ അകത്ത് വീണ് നിങ്ങൾ ആ ദൈവരാജ്യത്തിനകത്ത് വളരാൻ തുടങ്ങിയിട്ടുള്ളൂ. നിങ്ങളുടെ ലോകം അത് വളരാൻ തുടങ്ങിയിട്ടില്ല, അതിപ്പോഴും പഴയ കറപ്റ്റഡ് വേൾഡ് തന്നെയാണ്. പക്ഷേ അതിനകത്ത് നിങ്ങൾക്ക് ജയിക്കാൻ ദൈവം നൽകിയ ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് ഉണ്ട്. അത് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ കരുണയാണ്. അതാണ് നമ്മുടെ അന്തരാത്മാവിൽ പകരപ്പെട്ട ദൈവത്തിൻ്റെ ആത്മാവെന്ന് പറയുന്നത്. പരിശുദ്ധാത്മാവിനെ നമ്മുടെ അകത്ത് തന്നു. അതുകൊണ്ട് 8-ാം അധ്യായത്തിനകത്ത് ജഡത്തിൻ്റെ പ്രമാണം പറഞ്ഞു, കൃപയുടെ പ്രമാണം പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പറയുന്നു നമ്മുടെ അകത്ത് നൽകിയ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രമാണം. ഈ ആത്മാവിൻ്റെ പ്രമാണം ദൈവം നമ്മുടെ അകത്ത് തന്നത്. ഇന്നലെ ഞാൻ എന്തിനോട് തോൽക്കപ്പെട്ടോ, ഇന്ന് തോറ്റതിൻ്റെ നടുവിൽ അതിൻ്റെ മേൽ ജയം നേടിയെടുത്ത് അതിനെ ജയിക്കാൻ ദൈവം എൻ്റെ അകത്ത് തന്ന പ്രമാണമാണ് ആത്മാവിൻ്റെ പ്രമാണം എന്ന്
പറഞ്ഞത്. ഞാൻ എന്തിനോട് തോറ്റോ, ഞാൻ എവിടെ തോറ്റോ, ഞാൻ ഏത് സാഹചര്യത്തിൽ തോറ്റോ, ആ തോറ്റതിനെ തിരിച്ചു തോൽപ്പിക്കാൻ ഇന്ന് നമുക്ക് കഴിയും. നമ്മുടെ കരുത്തിലല്ല, നമ്മുടെ വിൽ പവർ കൊണ്ടല്ല നമുക്ക് കഴിയുന്നത്. അവിടുത്തെ ആത്മാവ് നമ്മുടെ അകത്തുണ്ടെങ്കിൽ നമ്മൾ തോറ്റതിനോട്, നമ്മളെ തോൽപ്പിച്ചതിനെ തിരിച്ചു തോൽപ്പിക്കാൻ നമുക്ക് കഴിയുന്നത് നമ്മുടെ അകത്ത് വസിക്കുന്ന ദൈവത്തിന്റെ ആത്മാവിനാണെങ്കിൽ. ഇന്നലെ എന്തിന് നമ്മൾ അടിമയായോ, ഇന്നലെ എന്തിനാ നമ്മൾ തകരപ്പെട്ടോ, ആ തകരപ്പെട്ടതിനെ തിരിച്ചു തോൽപ്പിക്കാൻ ഇന്ന് നമുക്ക് കഴിയും. നമ്മുടെ അകത്ത് വസിക്കുന്ന ദൈവത്തിന്റെ ആത്മാവിനാൽ കഴിയും. എത്ര പേർക്ക് ഇന്ന് രാത്രി അങ്ങനെ ആത്മാവിനാൽ ജയിക്കപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ട്? എന്നെ തോൽപ്പിക്കുന്ന, ഞാൻ തോറ്റുകൊണ്ടിരുന്ന ചില സാഹചര്യങ്ങളുടെ മേൽ ഇന്ന് രാത്രി അതിനെ തിരിച്ച് കൗണ്ടർ അറ്റാക്ക് ചെയ്ത് അതിനെ ജയിക്കാൻ ഇന്ന് എനിക്ക് കഴിയും. അത് അവിടുത്തെ ആത്മാവിനാൽ കഴിയും. ഇതിനേക്കാൾ വലിയ ദൈവത്തിന്റെ കരുണ എന്താ ഉള്ളത്? ജയിക്കാൻ കഴിയുന്ന ഒരു ആത്മാവിനെ നമ്മുടെ അകത്ത് തന്നു. ഞാൻ എപ്പോഴും പറയും, പരിശുദ്ധാത്മാവിനെ നമ്മൾ ചെയ്യുന്ന കാര്യം തിരിച്ച് കൗണ്ടർ അറ്റാക്ക് ചെയ്യുക. കഴിഞ്ഞ മണിക്കൂറുകളിലും കഴിഞ്ഞ കാലഘട്ടത്തിനകത്ത് മുഴുവൻ എൻ്റെ ലൈഫിന് നേരെ ഇരമ്പി വന്ന പലതിനോടും ഈ ആത്മാവ് എൻ്റെ അകത്ത് കിട്ടിയപ്പോൾ ഞാൻ തിരിച്ച് കൗണ്ടർ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. ഈ ഫുട്ബോൾ മാച്ചിനകത്തൊക്കെ മിക്കവാറും കേൾക്കുന്ന ഒരു പദപ്രയോഗമാണ് കൗണ്ടർ അറ്റാക്ക് എന്നൊക്കെ പദം. 70 മിനിറ്റ് 75 മിനിറ്റ് വന്നപ്പോഴത്തേക്ക് ഒരു ടീം 2 ഗോളിന് പുറകെ നിൽക്കുക. ഒരു പക്ഷെ അവിടെയുള്ള ആ കളി ആദ്യം തൊട്ട് 1 മുതൽ 75 മിനിറ്റ് വരെ കണ്ടവരെല്ലാവരും ഇട്ട ഒരു നിർണയമുണ്ട്: ഈ 2 ഗോളിന് പുറകെ നിൽക്കുന്ന ടീം ജയിക്കത്തില്ല. കാരണം അവരുടെ അതുവരെയുള്ള മനോഭാവവും അവരുടെ അതുവരെയുള്ള ഗെയിമിങ്ങും അവരത് പ്രസ് ചെയ്യുന്ന രീതിയും ഒക്കെ നോക്കിയിട്ട് അവർ പറഞ്ഞു ഇവർ ജയിക്കത്തില്ല. 75 മിനിറ്റ് വരെ അങ്ങനെ സംഭവിച്ചത്. പക്ഷേ ഇടയ്ക്ക് കിട്ടുന്നത് തിരിച്ചങ്ങ് കൗണ്ടർ അറ്റാക്ക് ചെയ്യുകയാണ്. അതുവരെയുള്ള 4-4-3 എന്നുള്ള സിസ്റ്റം ഒക്കെ അങ്ങോട്ട് മാറ്റിയിട്ട് അവരെ ഡിഫൻസ് മോഡൊക്കെ അങ്ങോട്ട് വിട്ടിട്ട് അവർ പറയുന്നു ഞങ്ങൾ അങ്ങോട്ട് കൗണ്ടർ അറ്റാക്ക് ചെയ്യാൻ പോവാ. അടുത്ത 15 മിനിറ്റ് പിന്നീട് അവർക്ക് കിട്ടിയൊരു 3-4 മിനിറ്റ് എക്സ്ട്രാ ടൈം. ഈ 10-19 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ 2 ഗോളിന് പുറകെ നിന്നവർ 3 ഗോൾ അടിച്ച് അവരെ മാറ്റി ജയിച്ചു. സംഭവിച്ചത് എന്താ? അത് കമന്റേറ്റേഴ്സ് പറഞ്ഞൊരു പദം, അവർ കൗണ്ടർ അറ്റാക്ക് ചെയ്തെന്നാ. എന്ന് പറഞ്ഞാൽ എവിടെയാണോ അവർ പുറകെ നിന്നത് അവർ തോൽക്കാൻ തയ്യാറല്ലായിരുന്നു. അവർ മാനുഷികമായിട്ട് തിരിച്ച് കൗണ്ടർ അറ്റാക്ക് ചെയ്തു. പക്ഷെ ഈ കൗണ്ടർ അറ്റാക്ക് ചെയ്യാൻ മനുഷ്യത്വത്തിൽ ഒരു മനുഷ്യനും കഴിയത്തില്ല. അതിനവനെ സഹായിക്കുന്നതാണ് ദൈവത്തിന്റെ ആത്മാവ്. അവന് തിരിച്ചടിക്കാൻ പറ്റാത്തിടത്ത്, അവന് തിരിച്ച് തോൽപ്പിക്കാൻ പറ്റാത്തിടത്ത്, അവന് തിരിച്ച് ജയിക്കാൻ പറ്റാത്തിടത്ത് എന്തിനോട് അവൻ തോറ്റോ, ഏതവനെ തോൽപ്പിച്ചോ അത് മുഴുവൻ തിരിച്ചു ജയിക്കാൻ അവന്റെ അകത്ത് വസിക്കുന്ന ദൈവത്തിന്റെ ആത്മാവിനാൽ അവനെ തോൽപ്പിച്ചതിനെ തിരിച്ചു തോൽപ്പിക്കാൻ, അവനെ പരാജയപ്പെടുത്തിയതിനെ തിരിച്ചു പരാജയപ്പെടുത്താൻ അവന്റെ അകത്ത് വസിക്കുന്ന ദൈവത്തിന്റെ ആത്മാവിനാൽ കഴിയുമെങ്കിൽ, അകത്ത് ഈ ആത്മാവിനെ തന്നവർ, ആത്മസാന്നിധ്യം അകത്ത് അനുഭവിക്കുന്നവർ ഇന്ന് രാത്രി ഗ്രൗണ്ടിനകത്ത് ഇരിപ്പുണ്ടെങ്കിൽ നിങ്ങൾ ആ ജയത്തിന് നന്ദി പറഞ്ഞിട്ടവർ ദൈവത്തിന്റെ കരുണയാൽ എന്റെ അന്തരാത്മാവിൽ തന്ന ആ ദൈവാത്മാവിന്റെ അസാധാരണ ഇടപെടലിന് നന്ദി. Oh Jesus, hallelujah. ഈ ആത്മാവിനെ എൻ്റെ അകത്ത് ലഭിക്കപ്പെട്ടില്ലായിരുന്നെങ്കിൽ ഇപ്പോഴും ഞാനൊരു ചടങ്ങിന്റെ ലോകത്തിനകത്ത് പോയേനെ. പക്ഷെ ഇനിമേൽ ഞാൻ അങ്ങനെ ഒരു ലോകത്തിലല്ല. ഇനിമേൽ ഞാൻ സജീവമായൊരു ലോകത്താ. കാരണം എന്നെ എന്ത് തോൽപ്പിക്കുന്നോ ആ തോൽപ്പിക്കുന്നതിനെ തിരിച്ചു തോൽപ്പിക്കാൻ കഴിയുന്ന, അതുകൊണ്ട് ഒരൊറ്റ കാര്യമുണ്ട്, സജീവമായൊരു ബന്ധം ഇതിനകത്തുണ്ട്. ആ ഒരു ബന്ധത്തിനകത്ത് പോയാൽ മാത്രമേ ഇത് ഓപ്പറേറ്റ് ചെയ്യപ്പെടത്തുള്ളൂ. സജീവമായൊരു ബന്ധം, ഒരിക്കലായിട്ടൊരു ബന്ധമല്ല. യേശുവിന്റെ യാഗം ഒരിക്കലായിട്ടുള്ള യാഗമാണ്. പക്ഷെ ആത്മാവുമായിട്ടുള്ള ബന്ധം ഒരിക്കലായിട്ടുള്ള ആ യേശുവിന്റെ യാഗത്തിന്റെ പ്രത്യേകത, ഒരിക്കലായി യാഗം നടന്നു. അതിനെ വിശ്വസിച്ച് അനുഭവിക്കുന്നവന് ആ കൃപയാലുള്ള വീണ്ടെടുപ്പ് എന്നേക്കുമുള്ളതാ. പക്ഷെ അത് അവനിൽ ഉറപ്പിച്ച് നൽകുന്ന ഒരു ആത്മാവ് ദൈവം അവൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആത്മാവുമായിട്ടുള്ള ബന്ധം എല്ലാ ദിവസവും, എല്ലാ മണിക്കൂറുവാ. ഇത് വല്ലപ്പോഴുമുള്ള ബന്ധമല്ല, ഇത് ഒരിക്കലുള്ള ബന്ധമല്ല, ഇത് എന്നേക്കുമുള്ള ബന്ധമാ. അത് ആത്മനിറവിന്റെ ജീവിതം എന്ന് പറയുന്നേ. ഈ ആത്മനിറവ് വെളിപ്പെടുന്നത് ഒരു ദിവസം വെളിപ്പെടുന്നതല്ല, 2 ദിവസം വെളിപ്പെടുന്നതല്ല, എല്ലാ മണിക്കൂറും വെളിപ്പെടുന്നതാ. ജീവിതത്തിന്റെ എല്ലാ സാഹചര്യങ്ങളും വെളിപ്പെടുന്നതാ. ജീവിതത്തിന്റെ എല്ലാ പരാജയങ്ങളും വെളിപ്പെടുന്നതാ. നിങ്ങൾ പരാജയത്തിനകത്ത് നിൽക്കുമ്പം അതിനകത്തൊന്ന് പുറത്തു വരേണ്ട ഒറ്റ കാര്യമുള്ളൂ. ആ മേഖലയെ പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കാൻ തുടങ്ങിയാൽ ഏത് പരാജയത്തിന്റെ മേഖലകൾക്കകത്തു നിന്നും നിങ്ങൾക്ക് പുറത്തു വരാൻ കഴിയും. കാരണം ഇത് വിശുദ്ധിയുടെ ആത്മാവാ, ഇത് ജയം തരുന്ന ആത്മാവാ, എന്റെ കൂടെ നിൽക്കുന്ന ആത്മാവാ. ഇതൊരു വെറും പവർ അല്ല, ഇതൊരു പേഴ്സണാ, ഇതൊരു വ്യക്തിയാ. എന്റെ കൂടെ നിൽക്കുന്ന, എനിക്ക് വേണ്ടി ഇറങ്ങി വരുന്ന, എന്നെ കൈപിടിക്കുന്ന, എന്നെ സഹായിക്കുന്ന, എന്നെ വഴി നടത്തുന്ന ഒരു വ്യക്തിയായത്.
ഹോളി സ്പിരിറ്റ് ഒരു പവർ അല്ല, ഹോളി സ്പിരിറ്റ് ഒരു പേഴ്സണ്. ശക്തിയുള്ള ഒരു വ്യക്തിയാണ് ദൈവം നമ്മുടെ അകത്ത് തന്നിരിക്കുന്നത്. ശക്തിയുള്ള ഒരു വ്യക്തിയെ ദൈവം നമ്മുടെ അകത്ത് തന്നിരിക്കുകയാണ്. അവിടുത്തെ ശക്തി എന്തെന്ന് ചോദിച്ചാൽ കേവലം ശക്തിയിൽ മാത്രമല്ല. ഈ ആത്മാവ് ഒരുവന്റെ അകത്ത് വന്നാൽ എൻ്റെ ലൈഫിനെ മുഴുവൻ മാറ്റും. ഇന്നലെയുള്ള ജഡചിന്തകൾ മാറ്റും, ജഡവികാരങ്ങൾ മാറ്റും, ജഡത്തെ അനുസരിക്കുന്ന തലങ്ങൾ മാറും. പിന്നെ ഞാൻ ആത്മാവിനെ അനുസരിക്കുന്നവരും ആത്മഫലമുള്ളവനും. ആ 9 കൂട്ടം ആത്മാവിന്റെ ഫലങ്ങൾ എൻ്റെ അകത്തേക്ക് വന്ന് പിന്നെ ഞാൻ ആത്മാവിനെ ജീവിക്കപ്പെടും. ഇന്നലെയുള്ള എൻ്റെ കറുത്ത ഏടുകൾ മാറപ്പെട്ട് ഇന്ന് ആത്മാവിനാൽ പുതുക്കപ്പെട്ട ഒരു ഏടിനകത്തേക്ക് ഞാൻ വരികെന്ന് മാത്രമല്ല, അവിടെയാണ് ആത്മശക്തിയെ ഞാൻ എല്ലാത്തിനുമേലും ജയമെടുക്കാൻ പോകുന്നത്. അങ്ങനെ വെളിപ്പെടുന്ന ശക്തിയെ എഫേസ്യ ലേഖനം 2-3 തലങ്ങളിൽ പറയുന്നുണ്ട്. അത് വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവിടുത്തെ അളവറ്റ ശക്തി, അളവറ്റ വലിപ്പം, ആ ശക്തി കൂടെ അളവറ്റ വലിപ്പം. അടുത്തത്, ഇത് ചോദിക്കുന്നതിന് നിനക്കുന്നതിനും അത്യന്തപരമായി നമ്മൾ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന്. ഇത് ഒരു വ്യാപരിക്കുന്ന ശക്തിയാണ്, ഇത് അത്യന്ത ശക്തിയാണ്, ഇത് ഉന്നതമായ ശക്തിയാണ്. അപ്പം ഈ ശക്തിയുള്ള വ്യക്തി നമ്മുടെ അകത്ത് വസിക്കുന്നെങ്കിൽ എന്തിനോട് നമ്മൾ തോറ്റോ അതിന്മേൽ മുഴുവൻ നമുക്ക് ജയമെടുക്കാൻ കഴിയും. പാപത്തോടും അവൻ്റെ പ്രലോഭനങ്ങളോടും പിശാചിനോടും അവൻ്റെ ബന്ധനങ്ങളോടും മുഴുവൻ മേഖലയിലും ജയമുണ്ട്. ഇന്നലെ നമ്മൾ അഡിക്റ്റായ എത്രയോ കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഇന്ന് നമുക്കത് വെറുപ്പാ. എങ്ങനെ വന്നതാ? അകത്ത് ഈ ആത്മാവിനെ നമ്മൾ ജയിച്ചോണ്ടാ. ഈ ആത്മാവ് അകത്ത് വന്നുള്ള ഒരു പ്രത്യേകത ഞാൻ പറയാം. ഒരു കുഷ്ഠരോഗം എന്ന ഒരു രോഗം, ഇത് ബാധിക്കുന്ന ഒരുവന് ഇല്ലാത്തൊരു കാര്യം സെൻസേഷനാണ്. അവൻ തൊട്ടവൻ്റെ കൈ മുറിഞ്ഞാൽ അവൻ അറിയത്തില്ല, തീയിൽ തൊട്ടാൽ അവൻ അറിയില്ല, ഒരു ചൂടുള്ള ഒബ്ജക്റ്റിനകത്ത് അവൻ തൊട്ടാൽ അവനത് അറിയത്തില്ല, അവന് ഫീൽ ചെയ്യാൻ പറ്റത്തില്ല. കാരണം അവന് ഈ സ്പർശനശേഷി അവനില്ല. അതാണ് ലെപ്രസിയുടെ ഏറ്റവും വലിയ കുഴപ്പം, സ്പർശനശേഷി അവനില്ല. പക്ഷേ ഈ ലെപ്രസി ബാധിച്ചവൻ ഒറ്റ നിമിഷം ഹീലായെന്ന് ചിന്തിക്കുക. അവനൊരു തീയുടെ മുമ്പിലേക്ക് പോകുമ്പോൾ ഞാൻ പുറകിൽ നിന്ന് പറയേണ്ട ആവശ്യമില്ല, മോനെ അത് തീയാണെന്ന് പറയേണ്ട കാര്യമില്ല. ഇന്നലെ ഞാൻ പറയണമായിരുന്നു, പക്ഷേ ഇന്ന് ഞാനത് പറയേണ്ട ആവശ്യമില്ല. കാരണം അതിൻ്റെ അടുക്ക ചെല്ലുമ്പോഴേ അവനകത്ത് ചൂടടിക്കും. അത് ആ സെൻസേഷൻ അവന് ലഭിച്ചത് പുറത്തുനിന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് കിട്ടിയതല്ല, അവനകത്തുനിന്ന് സെൻസ് ചെയ്യാൻ തുടങ്ങി. ഇത് ചൂടാണ്. അടുത്ത് ചെല്ലുമ്പോൾ അവന് മനസ്സിലായി. ഞാൻ ചോദിക്കട്ടെ, ആത്മാവ് നമ്മുടെ അകത്ത് വന്നപ്പോഴത്തേക്ക് ഇന്നലെ നമ്മൾ കീഴടക്കിയ, നമ്മളെ തോറ്റ, നമ്മുടെ ജീവിതത്തെ പരാജയപ്പെടുത്തിയ, അഴുകിക്കളഞ്ഞ പല സാഹചര്യങ്ങളുടെ മേലും ഇന്ന് എനിക്ക് സെൻസ് ചെയ്യാൻ തുടങ്ങി. അത് അപകടമാ, അത് തകർച്ചയാ, അതിനകത്ത് പോകരുത്. എങ്ങനെ ഇത് ലഭിച്ചത്? എൻ്റെ അകത്ത് വസിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ് അതിനകത്ത് എന്നെ തടുക്കാൻ തുടങ്ങിയെങ്കിൽ, എന്നെ നിയന്ത്രിക്കാൻ തുടങ്ങിയെങ്കിൽ, ഇന്ന് രാത്രി ഇത് ദൈവത്തിൻ്റെ കരുണയാണെന്ന് തിരിച്ചറിയുന്നവർ ഈ ഗ്രൗണ്ടിനകത്ത് ഇരിപ്പുണ്ടെങ്കിൽ അല്പനിമിഷങ്ങൾ കർത്താവിന് നന്ദി കൊടുത്തിട്ട് പറ. അവിടുത്തെ കരുണ, അവിടുത്തെ ആത്മാവിനെ എന്റെ അകത്ത് തന്നതിന്, ആത്മാവിനാൽ എനിക്ക് ജയം തന്നതിന്, യേശു ക്രിസ്തു മുഖാന്തരം എനിക്ക് ജയം തന്നതിന് സ്തോത്രം. ഹല്ലേലൂയ. ജീസസ് പരിശുദ്ധാത്മാവിനെ നമ്മുടെ അകത്ത് തന്നു. ഇത് ദൈവത്തിന്റെ ഭയങ്കര കരുണയാണ്. ഇനി തീർന്നില്ല. ഈ പരിശുദ്ധാത്മാവ് നമുക്ക് ചെയ്യുന്നത് പ്രോമിസ് ഓഫ് ഹെൽപ്പ് ഇൻ ഓൾ അഫ്ലിക്ഷൻ. നമ്മൾ അകപ്പെട്ടു പോകുന്ന എല്ലാ അഫ്ലിക്ഷനകത്തും നമുക്ക് ഒരു അഷ്യൂറൻസ് നൽകുന്നത്, പ്രോമിസ് നൽകുന്നത് ഈ പരിശുദ്ധാത്മാവാണ്. ഏത് സാഹചര്യങ്ങൾക്കകത്തും നമ്മുടെ അന്തരാത്മാവിൽ എപ്പോഴും നമ്മളെ അങ്ങോട്ട് ഉറപ്പിക്കും. അതുകൊണ്ട് 8-ാം അധ്യായത്തിനകത്തൊരു പദമുണ്ട്, ഈ പരിശുദ്ധാത്മാവ് നമ്മൾ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം, നീ ദൈവത്തിൻ്റെ മകനാണെന്നുള്ള. ഇത് പറഞ്ഞ് എപ്പോഴും ഈ ഒരു പ്രോമിസ് നമ്മുടെ അകത്തിടും. മാനുഷികമായിട്ട് നമ്മൾ പെർപ്ലക്സ് ആകുമ്പം പരിശുദ്ധാത്മാവ് നമ്മോട് പറയും, നീ ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാണ്, നീ ദൈവത്തിൻ്റെ മകനാ, നീ ദൈവ ഇഷ്ടത്തിൻ്റെ ഭാഗമാണ്. ഇനി ഞാൻ അതിനോട് ചേർത്തൊന്നുകൂടെ പറയാം, അഷുറൻസ് ഓഫ് സ്റ്റാൻഡിങ് ഇൻ ഗോഡ്സ് ഇലക്ഷൻ. ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമാണ് നാം എന്ന ഉറപ്പ് നമ്മുടെ അകത്ത് തരുന്നത് ഈ ആത്മാവാണ്. അതുകൊണ്ടാണ് 8-ാം അധ്യായം 28-ാമത്തെ വാക്യം നമ്മൾ ഏറ്റവും അധികം ഉപയോഗിക്കുന്ന ഒരു പദപ്രയോഗമാണ്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. പക്ഷേ ആ പദം ഏറ്റവും ബ്യൂട്ടിഫുൾ ആകുന്നത് അതിൻ്റെ താഴെ പറയുന്ന 1-2 പദങ്ങളല്ല. മുൻ നിർണയം, മുൻ നിയമനം, ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ്. ഈ പദങ്ങൾ കൊണ്ടാണ് ഈ മുകളിൽ കാണുന്ന വാക്യം അതിൻ്റെ പൂർണ്ണത കൈവരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നത്? ദൈവത്തിൻ്റെ മുൻനിർണയപ്രകാരവും ദൈവത്തിൻ്റെ മുൻ നിയമനപ്രകാരവും ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പിൻ പ്രകാരവും അവർ വിലയേറിയ ആയതുകൊണ്ട് അവിടെ എഴുതി വെച്ചിരിക്കുന്നു, അവർക്ക് വേണ്ടി സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ
ഉള്ളിലുണ്ടായതുകൊണ്ട്, ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പിനെ പറ്റി നമുക്ക് ഉറപ്പുള്ളത് കൊണ്ട് നമുക്കൊരു കാര്യം ഉറപ്പ്, ഇനി സംഭവിച്ചതോ സംഭവിക്കാൻ പോകുന്നതോ ഈ എല്ലാം തന്നെ സ്നേഹിക്കുന്നവർക്കും നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് നോക്കുന്ന എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ട പലതും നന്മയെന്ന് ചോദിച്ചാൽ പലപ്പോഴും മനുഷ്യൻ നെറ്റിചുളിക്കും. ഇതാണോ നന്മ? ഈ ക്രൈസിസ് ആണോ നന്മ? ഇതിനകത്ത് എന്ത് നന്മ കാണാൻ പറ്റും? ഈ തകർച്ചയ്ക്കകത്ത് എന്ത് നന്മ കാണാൻ പറ്റും? ഈ ആകസ്മികമായ സംഭവത്തിനകത്ത് എന്ത് നന്മ കാണാൻ പറ്റും? ഈ വല്ലാത്ത വേദനയ്ക്കകത്ത് എന്തും നന്മയെ കാണാൻ കഴിയുന്നത്. പക്ഷെ എനിക്കൊരു കാര്യം ഉറപ്പ് പറയാൻ കഴിയും, കാലത്തിനകത്ത് ഉറപ്പാക്കപ്പെടുന്ന ഒരു കാര്യമുണ്ട്. ദൈവത്തെ സ്നേഹിക്കുക, ദൈവത്തെ സ്നേഹിക്കപ്പെടുക എന്ന വിഭാഗത്തിനകത്ത് നിങ്ങളുണ്ടെങ്കിൽ നിങ്ങളോടുള്ള ഒരു കാര്യം ഉറപ്പ് പറയാൻ പറ്റും, സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. കാരണം സംഭവിക്കുന്നതൊന്നും അവിടുത്തെ മുൻനിർണയ പ്രകാരവും അവിടുത്തെ മുൻ നിയമനത്തിനും വെളിയിലുള്ളതല്ല, അവിടുത്തെ പദ്ധതിയുടെ വെളിയിലുള്ളതല്ല. സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുമെങ്കിൽ എത്ര പേർക്ക് ഇന്ന് രാത്രി കർത്താവിന് നന്ദി പറയാൻ പറ്റുന്നുണ്ട്? ഒന്നും ദൈവത്തിന്റെ പദ്ധതിയുടെ വെളിയിലല്ല, ഒന്നും ദൈവ ഇഷ്ടത്തിന്റെ വെളിയിലല്ല. ഇന്നെനിക്ക് മനസ്സിലാക്കാൻ കഴിയാത്തത് പലതും നാളെ എനിക്ക് മനസ്സിലാവും. ചിലതൊക്കെ ഈ ഭൂമി വെച്ച് തന്നെ നമുക്ക് മനസ്സിലാകും. ഭൂമി വെച്ച് തന്നെ നമുക്ക് കാലങ്ങൾ കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് നന്മയ്ക്കായിരുന്നു. അന്ന് എനിക്ക് തിന്മയെന്ന് തോന്നിയ പലതും ഒരു 10 വർഷം പുറകിൽ നിന്ന് അങ്ങോട്ട് നോക്കിയപ്പോഴാണ് മനസ്സിലായതോ എൻ്റെ കർത്താവെ ദൈവം ചെയ്ത ഏറ്റവും വലിയ നന്മയായിരുന്നത്. അന്ന് എന്നെ ഏറ്റവും അധികം മാനസികമായിട്ട് ശാരീരികമായി തകർത്ത് കളഞ്ഞത്. പക്ഷെ അതൊരു 10 വർഷം പുറകിൽ നിന്ന് അങ്ങോട്ട് നോക്കിയപ്പോൾ മനസ്സിലായി ദൈവത്തിൻ്റെ നന്മയായിരുന്നത്. അന്ന് അത് ചങ്കിനെ ബാധിച്ചതാ, അന്ന് അന്തരാത്മാവിനെ മുറിച്ചതാ, അന്ന് ശരീരത്തെ ബാധിച്ചതാ. പക്ഷെ പിന്നീട് ദൈവം മനസ്സിലാക്കി അതും ഒരു നന്മയ്ക്ക് വേണ്ടിയാ. ഇനി ചിലതൊന്നും ഈ ഭൂമി ജീവിച്ചിരിക്കും കാലത്തെ മനസ്സിലാകത്തില്ല ഇത് നന്മയാണെന്ന്. പക്ഷെ പാട്ടുകാരൻ പാടുന്നൊരു പദം എപ്പോഴും എൻ്റെ അന്തരാത്മാവിനെ പിടിച്ചിരുത്തൊരു പാട്ടുണ്ട്. കാലങ്ങൾ കഴിയുമ്പോൾ, നിത്യത പുലരുമ്പോൾ, ദൈവം ചെയ്തതെല്ലാം നന്മയ്ക്കെന്ന് തെളിയുമ്പോൾ, യുക്തമായി വ്യക്തമായി കൃപയിൻ കരുതൽ അറിയും ഞാൻ. കാലങ്ങൾ കഴിയുമ്പം, നിത്യത പുലരുമ്പം, ഒരു പക്ഷെ കർത്താവ് അന്ന് നമുക്ക് അങ്ങനൊരു സാധ്യത അവിടെ തരുന്നെങ്കിൽ നമുക്ക് മനസ്സിലാകും എൻ്റെ ദൈവത്തിൻ്റെ മുൻനിർണയ പ്രകാരം തൻ്റെ മക്കൾക്ക് വേണ്ടി സംഭവിച്ചത് ഒന്നും അത് തിന്മയ്ക്കല്ല, അത് നന്മയ്ക്കാക്കി തീർക്കാൻ കഴിയുന്ന ദൈവത്തിൻ്റെ ഇടപെടലാണെന്ന്. ഇന്ന് രാത്രി അങ്ങനെ എവിടെയൊക്കെയോ ചില സംഭവിച്ചതിനെ ഓർത്ത് അകത്ത് പെർപ്ലക്സ് ആയിട്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി ഞാൻ ഈ ഉറപ്പ് നിങ്ങൾക്ക് കൈമാറുകയാണ്. നിങ്ങൾ ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമാണ്, ദൈവത്തിന്റെ മുൻനിർണയത്തിന്റെ ഭാഗമാണ്, ദൈവ തിരഞ്ഞെടുപ്പിന്റെ ഭാഗമാണെങ്കിൽ ഒരു കാര്യം ഉറപ്പ്, ഇന്നത്തെ തിന്മയെന്ന് നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് പറഞ്ഞത്, നിങ്ങളുടെ ചുറ്റുപാട് നിങ്ങളോട് പറഞ്ഞത്, നിങ്ങളുടെ അന്തരാത്മാവിൽ പലതും ഒഴിഞ്ഞു തന്ന പലതും ഇന്ന് രാത്രി ഞാൻ ഉറപ്പ് പറയുന്നു, അല്ല, അതും നന്മയ്ക്കാക്കി തീർക്കാൻ കഴിയുന്ന, നന്മയാക്കി തീർക്കാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. അതിനെ തിരിക്കാൻ കഴിയുന്ന ദൈവമുണ്ട്. അത് കാലചക്ര തിരിയുമ്പോൾ അത് നന്മയ്ക്കാക്കി തീർക്കുമെന്ന് വെളിപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ട്. വിശ്വസിക്കുന്ന രാത്രി എത്ര പേർ ആമേൻ പറയാൻ കഴിയുന്നുണ്ട്? അത് ദൈവത്തിന്റെ കരുണയാ, ദൈവത്തിന്റെ കരുണയാ. തന്നെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് ഒന്നല്ല സകലതും, അതും ദൈവത്തിന്റെ കരുണയാ, ദൈവത്തിന്റെ കരുണയാ. ഈ കരുണയെ കണ്ണു തുറന്ന് കാണുമ്പം എനിക്ക് മനസ്സിലാകും ദൈവം എനിക്ക് വേണ്ടി ചെയ്യുന്നത് എല്ലാം നന്മയ്ക്ക് വേണ്ടിയാണ്. ഈ കരുണയൊക്കെ തിരിച്ചറിയുന്നുണ്ട്. ഞാൻ പറയും, ഈ കരുണയാലാണ് നമ്മൾ ജയിക്കുന്നത്. പൗലോസ് ഇതിന് ശേഷം ഈ 8-ാം അധ്യായം ഇങ്ങനെ പറഞ്ഞു വന്നു കഴിഞ്ഞിട്ട് ഒരു 18 കൂട്ടം കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ട് പറയുന്നു, നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും ജയം നേടിയിരിക്കുന്നു. എന്തിനാലാ? ശരിക്കും ആ 18 കൂട്ടം കാര്യങ്ങൾ അത്രയൊന്നും വേണ്ട കേട്ടോ. ഒരു മനുഷ്യൻ തകരാൻ വേണ്ട, ഈ 18 കൂട്ടം കാര്യമൊന്നും വേണ്ട. കഷ്ടത, പട്ടിണി, ആപത്ത്, വാള്, നഗ്നത, ഇപ്പോൾ ഉള്ളത്, വരുവാനുള്ളത്, ഉയരത്തിന്, ആഴത്തിന്, വാഴ്ചകൾക്ക്, അധികാരങ്ങൾക്ക്, ജീവനും മരണത്തിന്, ഇതൊന്നും വേണ്ട. ഇതിലൊന്നും മതി. കാരണം ഇത് പലതും ഒരു മനുഷ്യനെ ഫിസിക്കലി ബാധിക്കുന്നതാ, ഒരു മനുഷ്യനെ മെന്റലി ബാധിക്കുന്നതാ, ഒരുവനെ ഇമോഷണലി ബാധിക്കുന്നതാ, അവൻ്റെ സോഷ്യൽ സ്റ്റാറ്റസിനെ ചോദ്യം ചെയ്യുന്നതാ, അവൻ്റെ ഏറ്റവും ഇമോഷണലി അവനെ തകർക്കുന്ന പല സംഭവങ്ങൾ. കഷ്ടത ഫിസിക്കലായിട്ട് അവൻ അനുഭവിക്കുകയാണ്, പട്ടിണി, അതിനോടൊപ്പം അവൻ മെൻ്റലി അതിൻ്റെ ടോർച്ചറിങ് അനുഭവിക്കുക, നഗ്നത അവൻ്റെ ഡിഗ്നിറ്റിയെ പോലും ബാധിക്കുന്ന കാര്യമാണ്. ഏത് തലങ്ങളിലും അവൻ്റെ അന്തരാത്മാവിൽ എന്തൊക്കെ ബുദ്ധിമുട്ട് വരാമോ അത് മുഴുവൻ വന്നതാ. ഇത് മുഴുവൻ എല്ലാ ആസ്പെക്റ്റിലും 4 വഴിയിൽ നിന്നും ഞെരുക്കിയതും അമർത്തിയതുമായി ഇത് മുഴുവൻ. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞിട്ട് പൗലോസ് പറയുന്നത്, ഇത് മുഴുവൻ വന്നിട്ടും നാമോ നമ്മെ
സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും ജയം നേടിയിരിക്കുന്നു. എൻ്റെ പ്രിയരെ, 10 വേണ്ട, പിന്മാറിപ്പോകാൻ ഒരെണ്ണം മതി. പക്ഷെ പലത് വന്നിട്ട് നമ്മൾ എന്താ മാറാതെ നിൽക്കുന്നത്? കഴിവൊന്നുമല്ല, അതും ദൈവത്തിൻ്റെ കരുണയാ. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും ജയം നേടിയിരിക്കുന്നു. വീണു പോകാൻ, പിന്മാറിപ്പോകാൻ, കർത്താവിനെ വിട്ടുപോകാൻ സാഹചര്യങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷേ അതിനകത്ത് നിലനിൽക്കുന്നതും ദൈവത്തിൻ്റെ കരുണയാണെന്ന് ഇന്ന് രാത്രി ഉറപ്പുള്ളവർ ഇതിനകത്തുണ്ടെങ്കിൽ, എവിടേക്കോ നിങ്ങൾ ഇന്ന് തളർന്നു നിൽക്കുന്നെങ്കിൽ, ആ കരുണയുടെ കരം എൻ്റെ ലൈഫിനകത്ത് ഒന്നും കൂടെ വെളിപ്പെടണമെന്ന് അകത്ത് കൊതിക്കുന്നവരും ആഗ്രഹിക്കുന്നവരും ഇതിനകത്തുണ്ടെങ്കിൽ ഒന്ന് കർത്താവിനോടൊന്ന് പ്രാർത്ഥിക്കുക. ആ കരമൊന്ന് സ്വർഗത്തേക്കൊന്ന് ഉയർത്തിപ്പിടിച്ച് ഇന്ന് രാത്രി ഒന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, നിലനിൽക്കാൻ ആവശ്യമായ ആ ദൈവകൃപ അധികമായി എന്നിലേക്കൊന്ന് ഒഴുകി വരണേ. നമുക്കേറെ ആവശ്യമാണ് ആ ദൈവത്തിൻ്റെ കരുണ നമ്മളിലേക്ക് ഒഴുകി വരുന്നത്, നമുക്കേറെ ആവശ്യമാണ്. ഇനിയും ഞാൻ അടുത്തത് പറയുന്നു, ഈ ദൈവത്തിൻ്റെ കരുണ ഏറ്റവും വലുതെന്താണ്? കോൺഫിഡൻസ് ഓഫ് കമ്മിങ് ഗ്ലോറി. വെളിപ്പെടുവാനുള്ള തേജസ്സിൻ്റെ ഉറപ്പ് നമുക്ക് ഇന്നേ തന്നതൊരു ദൈവത്തിൻ്റെ കരുണയല്ലേ? നാളെയെപ്പറ്റി പലർക്കും അനിശ്ചിതത്വമുള്ളപ്പം നാളെ എന്താകുമെന്ന ഉറപ്പ് നമ്മുടെ അകത്ത് കിട്ടിയതിനേക്കാൾ വലിയ ഭാഗ്യം എന്താ ഉള്ളേ? നാളെയെപ്പറ്റി നമുക്ക് അനിശ്ചിതത്വമല്ല, എങ്ങനെങ്കിലുമൊക്കെ ജീവിച്ച് അവസാനിക്കുമെന്നല്ല നമ്മുടെ വിചാരം. നമുക്ക് ഉറപ്പുണ്ട് നാളെ എന്ത് നടക്കും, നാളെ എന്ത് സംഭവിക്കും, അത് വിശുദ്ധന്മാർക്ക് എങ്ങനായിരിക്കും, അത് എൻ്റെ അവസാനം എങ്ങനായിരിക്കും, ഈ താഴ്ചയുള്ള ബോഡിയിൽ എന്ത് സംഭവിക്കും, ഈ താഴ്ചയുള്ള ശരീരത്തിൽ അന്നെന്ത് വെളിപ്പെടും, ഇത് മുഴുവൻ അറിയാൻ ഇന്നേ അവസരം കിട്ടിയൊരു ദൈവത്തിൻ്റെ കരുണയല്ലേ? നമുക്കത് അനിശ്ചിതത്വമില്ല. നാളെ എങ്ങനെ ഈ ഭൂമി എന്നുള്ളത് നമുക്കറിയില്ല. ഞാൻ പറയും, ഒരു ഫോൺ ഉണ്ടെങ്കിൽ നാളെ രാവിലെ 5:30 മണിക്ക് അലാറം വെക്കാം, പക്ഷേ 5:30 മണിക്ക് ഞാൻ എഴുന്നേക്കണമെന്ന് ദൈവം ചിന്തിക്കണം. അത്ര പരിമിതിയാണ് നമ്മുടെ അകത്തുള്ളത്. ഒരു ഫോൺ ഉണ്ടെങ്കിൽ നാളെ രാവിലെ അലാറം വെക്കാം, പക്ഷേ ഈ അലാറം ഞാൻ കേൾക്കുമെന്നുള്ളതിന് എന്ത് ഉറപ്പാണ് ഉള്ളത്? ഓരോറപ്പുമില്ല. അത്ര പരിമിതിയുള്ള ലോകത്ത് നമ്മൾ ജീവിക്കുന്നു. പക്ഷേ അന്നേരവും നമ്മുടെ ഒരു ഉറപ്പുണ്ട്, ഈ അലാറം കേൾക്കാതെ ഞാനങ്ങ് പോയാൽ എനിക്കതിനപ്പുറത്തേക്കുള്ളൊരു ഉറപ്പുണ്ട്. ഈ ഭൂമിയിൽ എൻ്റെ ഒരു വല്ലാത്ത യാത്രയ്ക്കൊരു ചെറിയൊരു വിശ്രാമം, പക്ഷേ അതിനപ്പുറത്തേക്ക് വിശ്രമം തീർത്ത് ഞാൻ ഈ ഉറക്കം കഴിഞ്ഞ് ഏറ്റവും റിലാക്സ് ആയിട്ട് എഴുന്നേൽക്കുന്നൊരു ടൈമുണ്ട്. നമ്മൾ ഭയങ്കര എക്സോസ്റ്റഡ് ആയിട്ട് യാത്രകൾ കൂടുന്ന, ഭയങ്കര ബുദ്ധിമുട്ടുള്ള, ഭയങ്കര ഹെക്റ്റിക്കായിട്ടുള്ളൊരു ദിവസമൊക്കെ 1 മണിക്കൂറൊന്നും കിടക്കണ്ട, ഒരു 10 മിനിറ്റ്. അതുകൊണ്ടല്ലേ പവർ നാപ്പ് എന്നൊക്കെ പറയുന്നത്. നമുക്ക് ആ ഒരു റിഫ്രഷ് ആകുന്ന ഒരു നാപ്പ്, ഒരു 10 മിനിറ്റ് നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് കണ്ണടച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ കണ്ണടച്ച് എഴുന്നേൽക്കുന്നത് ഭയങ്കര റിലാക്സ് ആയിട്ടാണ്. കാരണം നമുക്ക് ഭയങ്കര ഒരു എനർജിയാണ് അവിടെ ലഭിക്കപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ ഈ ഭൂമിയുടെ വല്ലാത്ത അഫ്ലിക്ഷനുകൾക്കകത്ത് ജീവിച്ച് മനസ്സുകൊണ്ടും ശരീരം കൊണ്ടുമൊക്കെ പോരാട്ടം കഴിച്ച വിശുദ്ധന്മാർ ഒരു ഉറക്കത്തിലേക്ക് അവർ പോകും. എന്നാൽ അവർ ഉറക്കം എഴുന്നേറ്റുമ്പോൾ അവർ ആ ആയുസ് മുഴുവൻ ആരെ കാത്തിരുന്നോ, ആർക്കു വേണ്ടി ജീവിതം സമർപ്പിച്ചോ, ആരെ ആത്മാവിൽ അപ്പ എന്ന് വിളിച്ചോ, ആ അപ്പനെ മുഖാമുഖം കാണുന്ന ഒരു എഴുന്നേൽപ്പ് പിന്നെ സംഭവിക്കുന്നത്. ഇപ്പോൾ അവർ ആത്മാവിലാണ് അപ്പ എന്ന് വിളിച്ചത്, ഇപ്പോൾ അവർ ആത്മാവിൽ അപ്പ എന്ന് വിളിച്ചു, അന്തരാത്മാവിൽ അപ്പന്റെ ഉറപ്പും തലോടലും അനുഭവിച്ചു. എന്നാൽ അവർ കണ്ണു തുറന്ന് എഴുന്നേൽക്കുമ്പോൾ അവർക്കുള്ള ഉറപ്പ്, ഇനിമേൽ അവർ ആത്മാവിലല്ല, താനായിരിക്കുന്നത് പോലെ ഞാൻ അവിടുത്തെ കാണുന്നൊരു ദിവസമുണ്ട്. ഇന്ന് രാത്രി എത്ര പേർക്ക് ഈ വരുന്ന തേജസ്സിനെ പറ്റി ഉറപ്പുണ്ട്? വരുന്ന തേജസ്സിനെ പറ്റി അന്തരാത്മാവിൽ ധൈര്യമുണ്ട്? ഈ വരുന്ന എല്ലാ ബലഹീനതയ്ക്കും അപ്പുറം ഒരു തേജസ് വെളിപ്പെടുന്ന ഒരു ഉന്നത ദിവസമുണ്ട്. ഇതാ നമ്മുടെ ഏറ്റവും വലിയ ധൈര്യം. ഇതില്ലാത്തവർ ഒരു കുഴപ്പം ഞാൻ പറയാം, അവരുടെ വാർദ്ധക്യമായിരിക്കും അവരുടെ ഏറ്റവും വലിയ വാർദ്ധക്യം. എല്ലാവർക്കും തന്നെ തിരിഞ്ഞു നോട്ടത്തിൻ്റെ സമയമാണ്. വാർദ്ധക്യമുള്ളവരോട് ചോദിക്കണം, ഏറ്റവും അധികം ഒരു മിസ് ചെയ്യുന്നത് എന്താ? അവർ പറയും അവരുടെ യൗവനകാലമാണെന്ന് പറയും. യൗവനത്തിലോടി ഓട്ടം, കാലിൻ്റെ ഗതിവേഗം, കൈയുടെ പ്രവൃത്തിവേഗം, കണ്ണിൻ്റെ കാഴ്ച, അവരുടെ മനോഹരമായ ത്വക്ക്, അവരുടെ ശരീരങ്ങൾ, അതിൻ്റെ അവയവങ്ങൾ, അതിൻ്റെ പ്രവർത്തനങ്ങൾ, ഇത് മുഴുവൻ ഒരു പക്ഷേ പലർക്കും അവർക്ക് ഭയങ്കര നിരാശ ഉണ്ടാക്കുന്ന കാര്യമാണ്. അവരുടെ യൗവനകാലം അവരെ നിരാശപ്പെടുത്തുന്നു. പക്ഷേ ഇതിനകത്തുനിന്നൊരു ചെറിയ വ്യത്യാസം ക്രിസ്തു ഭക്തൻ്റെ അകത്ത് ദൈവം നൽകിയിട്ടുണ്ട്. അവർക്ക് അവരുടെ കൈയുടെ പ്രവൃത്തിവേഗവും, കാലിൻ്റെ ഗതിവേഗവും, കണ്ണിൻ്റെ കാഴ്ചയും, ശ്രവണശക്തിയും, സ്പർശന ശക്തിയും, ഇതെല്ലാം ഒരു വിഷയമാണ് പലയിടത്തും. പഴയ ആരോഗ്യങ്ങൾ കുറഞ്ഞു പോയതൊരു
ഇതൊക്കെ ഒരു വിഷയമാ. പക്ഷെ അവർക്കൊരു ഉറപ്പുണ്ട്, ഞാൻ അനുഭവിച്ച യുവത്വമല്ല അതിൻ്റെ പൂർണ്ണത, ഇന്നലെ വെളിപ്പെട്ട യുവത്വമല്ല അതിൻ്റെ പൂർണ്ണത, എന്നാൽ ഇനി ഒരു യുവത്വം വെളിപ്പെടാൻ എനിക്കുണ്ട്. അത് വെളിപ്പെടുന്നത് ആ തേജസ്സിലെ കർത്താവിൻ്റെ ആ നിത്യ യൗവന ശരീരത്തോട്, എൻ്റെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപരായി രൂപാന്തരപ്പെടുത്തുന്ന ഒരു തേജസ്സിൻ്റെ ദിനമുണ്ടെങ്കിൽ ഈ പ്രത്യാശയാണ് ദൈവം നമ്മുടെ അകത്തു നൽകിയിരിക്കുന്നത്. പൗലോസ് ഈ എഴുത്തെഴുതിയ പശ്ചാത്തലം ഞാൻ ആ ഭാഗത്ത് അങ്ങനെയായിരിക്കാം പൗലോസിൻ്റെ മനസ്സിൻ്റെ ചിന്തയെന്ന് എപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. കാരണം പൗലോസ് ഫിലിപ്പ് ലേഖനം എഴുതുന്നത് ഒരുപക്ഷെ റോമൻ വീട്ടുതടങ്കലാണെന്ന് നമുക്കറിയാം. ഈ റോമൻ വീട്ടുതടങ്കലകത്ത് പൗലോസ് കിടക്കുമ്പോൾ അന്ന് ചക്രവർത്തി ആരാധനകളൊക്കെ അതിൻ്റെ ഏറ്റവും ആരംഭപാദം അതിൻ്റെ തുടങ്ങിയ കാലഘട്ടങ്ങളാണ്. ചക്രവർത്തിമാരെ ആരാധിക്കുക, ഈ കൂരിയോസ് കൈസർ എന്ന് പറയാത്തവരൊക്കെ കൊന്നുകളയുന്ന കാലഘട്ടങ്ങൾ, ഞങ്ങളുടെ രക്ഷിതാവും ഞങ്ങളുടെ കർത്താവുമായ കൈസർ എന്നവർ വിളിക്കുന്ന കാലഘട്ടങ്ങൾ, എല്ലാത്തിൻ്റെയും അധികാരം ആ ചക്രവർത്തി ജിയിൽ മരിച്ചവർ ആ കാഹളനാദം കേൾക്കുമ്പോൾ മാൻകിടാക്കൾ തുള്ളി കളിക്കുന്നത് പോലെ അവർ ചാടി എഴുന്നേൽക്കുന്ന ഒരു തേജസ്സിന്റെ ദിവസമുണ്ടെന്ന് അന്തരാത്മാവിന്റെ ഉറപ്പ് കൈമാറുന്ന ഒരു ശബ്ദം എഴുതി വെച്ചെങ്കിൽ ഇന്ന് രാത്രി നമ്മുടെ താഴ്ചയും ദ്രവത്വവും മർത്യതയും ബലഹീനതയും വല്ലാത്ത അവസ്ഥകളുമുള്ള ഈ ദ്രവത്വ ശരീരത്തെ വിട്ടുകൊണ്ട് അമർത്യതയെ പുൽകുന്ന, തേജസ്സിനെ പുൽകുന്ന, ആ നിത്യമായതിനെ പുൽകുന്ന ഒരു ദിവസമുണ്ടെന്ന്, ഇന്നത്തെ താഴ്ചകൾ ആ തേജസ്സിന് വഴിമാറുമെന്ന് ഉറപ്പുള്ളവർ, ബോധ്യമകത്തുള്ളവർ ഇന്നിന്റെ നിരാശകടമേ ആഴത്തിൽ ജയമെടുത്തിട്ടവർ ഇന്നത്തെ ബലഹീനത വഴിമാറി തേജസ്സിൽ ഞാൻ എൻ്റെ കർത്താവിനെ കാണുന്ന ദിവസം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നത്തെ പരിമിതികൾക്കകത്തുനിന്ന് നമ്മുടെ അകത്ത് ജ്വലിക്കുന്ന വലിയ ഉറപ്പ് ആ തേജസ്സിന്റെ ഉറപ്പാ. അതുകൊണ്ട് പൗലോസ് പറഞ്ഞു, ഇത് തന്നെ ദൈവത്തിന്റെ വലിയൊരു കരുണയല്ലേ ഈ ഉറപ്പ്. അതുകൊണ്ട് അത് 8:18 പറയും, നമ്മൾ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ലെന്ന് എണ്ണുക. എന്തിനെ കമ്പയർ ചെയ്തുകൊണ്ട് പൗലോസ് പറയുന്നത്? പൗലോസ് പറഞ്ഞു, ഈ ഭൂമി കാണുന്ന ഒന്നിനോടും കമ്പയർ ചെയ്താൽ എനിക്ക് സാരമില്ലെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ഇന്നലകൾ താൻ വിട്ടെറിഞ്ഞ പലതിൻ്റെയും മൂല്യം വളരെ ബൃഹത്തായതാ. പക്ഷെ അതൊന്നും നോക്കിയിട്ട് സാരമില്ലെന്ന് പറയാൻ പറ്റത്തില്ല. പടുക്കുറ്റൻ കൊട്ടാരം കണ്ടാൽ അത് കണ്ടിട്ട് തനിക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ പൗലോസ് പറഞ്ഞു, ഒന്നിനെ ഞാൻ കണ്ടു, അതിനെ ഞാൻ അനുഭവിക്കുന്നു. അതെന്താ? വരുവാനുള്ള തേജസ് വിചാരിച്ചാൽ. അങ്ങപ്പുറത്ത് മറ്റൊരു ലേഖനത്തിനകത്ത് പൗലോസ് എഴുതി വെച്ചിട്ടുണ്ട്, നൊടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിന്റെ നിത്യഖനം. പൗലോസിനെ വാക്കൊക്കെ അതിനേക്കാൾ കൂടുതൽ ആ തേജസ്സിനെ പൗലോസിനെ എഴുതി വെക്കാൻ പറ്റത്തില്ല. അവിടെ പറയുന്നു തേജസ്സിന്റെ നിത്യഖനം, അതിൻ്റെ ഏറ്റവും ഗൗരവമായ അത്യന്തം അനവധി നിത്യഖനം. എൻ്റെ പ്രിയരെ, നമ്മൾ സാധാരണ ഇത് ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് ഈ നമ്മൾ ഏറ്റവും ഇഷ്ടമുള്ളവരെയൊക്കെ പരിചയപ്പെടുത്തുമ്പം പലപ്പോഴും ഈ നമ്മൾ ഈ നല്ല വാക്കുകളൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഈ ചില നല്ല വാക്കുകൾ ഇങ്ങനെയുള്ള കൺവെൻഷൻ വേദികളൊക്കെ ഉപയോഗിക്കുമ്പോൾ അത് തെറ്റിപ്പോകാറുമുണ്ട്. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, അദ്ദേഹത്തെ ഒരാൾ പരിചയപ്പെടുത്തിയതാ, കേരളത്തിനകത്തും പുറത്തും ഇന്ത്യക്കകത്ത് പുറത്തും ഭൂലോകത്തിനകത്തും പുറത്തും പ്രസിദ്ധനായ സുവിശേഷകൻ. അപ്പം പറഞ്ഞു വന്ന ഫ്ലോയിൽ അങ്ങ് പറഞ്ഞു വിട്ടതാ. അപ്പം അത് കേരളത്തിനകത്തും ഇന്ത്യക്കകത്തും ഭൂലോകത്തിനകത്തും നമ്മൾ ഒരാളെ ഏറ്റവും നന്നായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചതാ. പക്ഷേ പൗലോസ് പറയുന്നു, എനിക്ക് ഭൂമിയിൽ ഏറ്റവും ഗൗരവമായിട്ട് പരിചയപ്പെടുത്താൻ പറ്റുന്ന ഒന്നേ ഉള്ളൂ, അത് ദൈവ തേജസ്സാ. അത്യന്തം അനവധി നിത്യഖനം. പൗലോസ് പറഞ്ഞു, ഇതിനേക്കാൾ ഇനി വെക്കാബിലറി ഒന്നും എൻ്റെ പക്കലിലുള്ള വെക്കാബിലറി ഒക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അത്രയും മഹത്തകരമാണ് ആ ദൈവ തേജസ് എന്ന് പറയുന്നത്. ഇന്ന് രാത്രി നമുക്ക് വേണ്ടി വെളിപ്പെടുന്ന ദൈവ തേജസ്സിൻ്റെ അളവുകൾ, ഒരു പരിധികളുമില്ലാത്ത ദൈവ തേജസ്സിൻ്റെ ഉറപ്പ് ഇന്നേ കിട്ടിയെങ്കിൽ ഇതിനേക്കാൾ വലിയ കരുണ വേറെ ഏതാ ഉള്ളത്? നാളെ എന്തെന്നറിയാതെ ഈ ആയുസിനകത്തുനിന്ന് ജീവിതം വിട്ടെറിഞ്ഞു പോകുന്ന എത്രയോ മനുഷ്യർ. ഒരായുസ് മുഴുവൻ ദൈവാസ്തിക്യത്തിന് വിരോധമായി ചലിച്ച ഷോപ്രഹോവർ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ പറ്റി ഞാൻ വായിച്ചിട്ടുണ്ട്. ഷോപ്രഹോവറിൻ്റെ ഏറ്റവും ലാസ്റ്റ് തനിക്ക് ബോൺ ക്യാൻസർ ബാധിച്ചതിനപ്പുറത്ത് ഈ മനുഷ്യൻ ശരീരം കൊണ്ട് മനസ്സുകൊണ്ട് ഭയങ്കര വേദനകൾ ബാധിച്ച് ഹൈ മോർഫിൻ ഈ മനുഷ്യന് കൊടുത്തിട്ടും അദ്ദേഹത്തിൻ്റെ വേദന തനിക്ക് താങ്ങാൻ പറ്റുന്നില്ല. തൻ്റെ കട്ടിലിനകത്ത് കിടന്ന് കരഞ്ഞു പുളയുന്ന ഈ മനുഷ്യൻ അറിയാതെ എപ്പോഴോ 3-4 പ്രാവശ്യം ഈ മനുഷ്യനെ കരച്ചിലിനിടയ്ക്ക് വിളിച്ച് കരഞ്ഞു, എൻ്റെ ദൈവമേ, മൈ
മൈ ഗാഡ്. ഈ ഒരായുസ് മുഴുവൻ ഇദ്ദേഹത്തോടൊപ്പം സഞ്ചരിച്ച, അദ്ദേഹത്തെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ ചോദിച്ചു, ഹേയ്, ഒരായുസ് മുഴുവൻ താങ്കൾ ഓടി നടന്ന് പ്രസംഗിച്ചത് ഈ ദൈവം ഇല്ലെന്നല്ലേ, ദൈവാസ്തിക്യം ഇല്ലെന്നല്ലേ, എത്രയോ പ്രബന്ധങ്ങൾ, എത്രയോ രാജ്യാന്തര വേദികളിൽ താൻ അവതരിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ദൈവമേ എന്ന് ആ മനുഷ്യൻ പറഞ്ഞൊരു പദമുണ്ട്, എനിക്കറിയില്ല, ഞാൻ എൻ്റെ മനസ്സിനകത്തോട് ഈ വിധ ചിന്തകളും എനിക്ക് കിട്ടിയ ഓർമ്മകളും ഇതൊന്നും എൻ്റെ മനസ്സിൽ കൂടെ പോകുമ്പം എൻ്റെ ശരീരത്തിൻ്റെയോ മനസ്സിൻ്റെയോ വേദനകൾക്ക് ഒരു കുറവും വരത്തില്ല. പക്ഷെ അറിയാതാണെങ്കിലും ആ ദൈവമേ എന്നൊരു പദം എൻ്റെ വായി വീണപ്പോൾ ഞാൻ അറിയാത്തൊരു സമാധാനം എൻ്റെ അകത്ത് അനുഭവിക്കാം. അറിയാതെ ഉറപ്പാണ്, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് എണ്ണുകയാണ്. എൻ്റെ പ്രിയരെ, ഇത് നമ്മോട് കാണിച്ച ദൈവത്തിൻ്റെ ഏറ്റവും വലിയ കരുണയാണ്. ഞാൻ ഒന്ന് രണ്ട് കാര്യം കൂടെ പറഞ്ഞ ഭാഗം അവസാനിപ്പിക്കാൻ താല്പര്യപ്പെടുകയാണ്. ഏറ്റവും പ്രധാന കാര്യം, ദൈവത്തിൻ്റെ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ദൈവ വിശ്വസ്തത ഈ ഭാഗം പരാമർശിക്കുകയാണ്. കണ്ടിന്യൂസ് ആയിട്ടുള്ള ദൈവത്തിൻ്റെ വിശ്വസ്തത ഇവിടെ പരാമർശിക്കുക. അവിടെ പറയുന്നു, ഇനി നിങ്ങളുടെ ലൈഫിനകത്ത് ഏത് വഴി വന്നാലും, നമ്മൾ 9 മുതൽ ബാക്കിയുള്ള അധ്യായം മുഴുവൻ നോക്കിയാൽ നമ്മുടെ കർത്താവിൻ്റെ വിശ്വസ്തത നമ്മളെ പിന്തുടരുകയാണ്. ദൈവത്തിൻ്റെ വിശ്വസ്തത അർഹതയില്ലാതെ നേരത്തെ തിരഞ്ഞെടുപ്പ് വന്നത്. അതുകൊണ്ട് 9-ാം അധ്യായത്തിൽ പറയുന്നത്, എനിക്ക് കരുണ തോന്നണമെന്നുള്ളവനോട്, എനിക്ക് കനിവ് തോന്നണമെന്നുള്ളവനോട്. ഇത് കനിവ് തോന്നുക മാത്രമല്ല, അവസാനം വരെ അവരോട് കൂടുന്ന ദൈവത്തിൻ്റെ വിശ്വസ്തത. ഇത് കണ്ണു തുറന്ന് കണ്ടാൽ നമുക്ക് എത്രയധികം കർത്താവിനെ മഹത്വപ്പെടുത്താൻ കഴിയും. ഞാൻ അതിൻ്റെ ഒറ്റ ആമുഖം മാത്രമേ പറഞ്ഞുള്ളൂ. പക്ഷേ അതിനോട് ചേർന്ന് ഇന്ന് രാത്രി ഒറ്റ ചിന്ത പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പക്ഷേ ഇത്രയും കരുണ കണ്ണു തുറന്ന് കാണുന്ന ജനത്തോട് പറയുകയാണ്, ഇനി നിങ്ങൾക്കൊരു ഉത്തരവാദിത്തമുണ്ട്. ലോകം അതിൻ്റെ അച്ചിൽ നിങ്ങളെ ഒതുക്കിക്കളയരുത്. അതാണ് ഇന്ന് രാത്രി. നിങ്ങൾ അന്തരാത്മാവിൽ രൂപാന്തരം സംഭവിക്കണം. ലോകം അതിൻ്റെ അച്ചിൽ നിങ്ങളെ ഒതുക്കിക്കളയരുത്. ലോകത്തിന് അച്ചുണ്ടോ? ഉണ്ട്. ലോകത്തിന് അതിൻ്റെ മോൾഡുണ്ട്. ലോകത്തിൻ്റെ മോൾഡിൻ്റെ പ്രത്യേകത, ആ മോൾഡ് നമ്മെ ലോകക്കാരെ പോലെയാക്കും. പക്ഷെ ഇവിടെ പറയുന്നത്, നിങ്ങളുടെ അന്തരാത്മാവിൽ ദൈവം നിങ്ങളുടെ മനസ്സിനെ ഉള്ളിൽ നിന്ന് രൂപപ്പെടുത്തട്ടെ. ലോകത്തിൻ്റെ അച്ചല്ല വിഷയം. നിങ്ങളെ ക്രിസ്തുവിൻ്റെ അച്ചിൽ വാർക്കപ്പെടുന്നവരായിട്ട് നിങ്ങൾ മാറട്ടെ. ലോകത്തിൻ്റെ അച്ച് നിങ്ങളെ ഞെരിക്കരുത്. കാരണം ഈ കരുണ മുഴുവൻ നിങ്ങൾക്ക് തന്നതിൻ്റെ കാരണം, ഇത് മുഴുവൻ നിങ്ങൾക്ക് വെളിപ്പെടുത്തിയതിൻ്റെ കാരണം, നിങ്ങൾ ലോകക്കാരാകാനല്ല, ലോകത്തിൽ നിന്ന് ഞാൻ നിങ്ങളെ എടുത്തിരിക്കൊണ്ട് നിങ്ങളെ ലോകത്തെ ജയിക്കണം. ലോകക്കാരെ പോലെയാകാനല്ല നമ്മൾ വിളിക്കപ്പെട്ടത്. ലോകത്തിനകത്തുനിന്ന് അവിടുന്ന് നമ്മെ എടുത്തത് കൊണ്ട് ആ ലോകത്തെ ജയിക്കാൻ വിളിക്കപ്പെട്ടവരാ. അതുകൊണ്ട് ഗലാത്യ ലേഖനമൊക്കെ അവസാനിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറയുന്ന ഒരു പദപ്രയോഗമുണ്ട്, ഞാൻ ആ ക്രിസ്തുവിനെ നേടേണ്ടതിന്, ആ ക്രിസ്തുവിനുള്ള ആഴമായ സമർപ്പണ നിമിത്തം ക്രിസ്തുവിൻ്റെ ചൂടടയാളം ഞാൻ എൻ്റെ ശരീരത്തിൽ വഹിച്ചിരിക്കുകയാണ്. അന്നൊരടിമയുടെ മേൽ അങ്ങനെയുള്ള ചൂടടയാളം, മെറ്റൽ കൊണ്ട് ഒരടയാളം അവൻ്റെ ദേഹത്തേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കും. പക്ഷെ അത് തെളിവാക്കുന്നത്, ഇത് ഇന്ന സെർവന്റിന്റെ ഒരു ബോൺ സെർവന്റ് ആണ്. ഇനി അവന് അതിനകത്തുനിന്ന് പുറത്തു പോകാൻ കഴിയത്തില്ല. പക്ഷേ പൗലോസ് പറയുകയാണ്, ഞാൻ ക്രിസ്തുവിന്റെ ഒരു ബോൺ സെർവന്റ് ആണ്. ആ ചൂടടയാളം ഞാൻ എൻ്റെ ശരീരത്തിനകത്ത് വഹിച്ചിരിക്കുകയാ. ഇനി എന്തൊക്കെ വന്നാലും എനിക്ക് ആ സ്നേഹം വിട്ടു പോകാൻ കഴിയത്തില്ല. എത്ര പേർക്ക് ഇന്ന് രാത്രി ഈ കരുണ കണ്ണു തുറന്ന് കണ്ടവരുടെ തീരുമാനമാ ഇന്ന് രാത്രി ഞാൻ പറഞ്ഞത്, ഇനി എന്തൊക്കെ സംഭവിച്ചാലും ആ ക്രിസ്തുവിന്റെ ആ സ്നേഹത്തിനകത്തുനിന്ന് എനിക്ക് പിന്മാറിപ്പോകാൻ കഴിയത്തില്ല. അത് കഷ്ടതയാകട്ടെ, അത് പട്ടിണിയാകട്ടെ, അത് പ്രതിസന്ധികളാകട്ടെ, അത് ഭാരമാകട്ടെ, കർത്താവുമായിട്ടുള്ള ബന്ധത്തിനകത്തുനിന്ന് ഒന്നിനും എന്നെ വലിച്ചു മാറ്റത്തില്ലെന്ന് ഒരു തീരുമാനം. എന്ത് കണ്ടുകൊണ്ട്? നിങ്ങളെ തിരഞ്ഞെടുത്ത ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പ് കണ്ട, നിങ്ങളെ പുത്രത്വത്തിന്റെ അവകാശത്തിലേക്ക് കൊണ്ടുവന്ന ദൈവത്തിന്റെ കരുണ കണ്ട്, നിങ്ങളെ നീതീകരിച്ച ദൈവത്തിന്റെ കരുണ കണ്ട്, നിങ്ങളുടെ അകത്ത് ആത്മാവിനെ തന്ന ദൈവത്തിന്റെ കരുണ തന്ന്, ഏത് കഷ്ടതയിൽ കൂടെ നിൽക്കുന്ന ആത്മാവിന്റെ ഉറപ്പ് അനുഭവിക്കുന്നെങ്കിൽ, അല്ല ദൈവത്തിന്റെ തുടരുന്ന വിശ്വസ്തത അനുഭവിക്കുന്നെങ്കിൽ, ഇന്ന് രാത്രി നിങ്ങൾ പറയണം, ഇനി എന്തൊക്കെ വന്നാലും ലോകത്തിന്റെ അച്ചിലേക്ക് ഞാൻ ഒതുങ്ങി പോകത്തില്ല. ക്രിസ്തുവിനാൽ ഞാൻ ഓരോ ദിവസവും രൂപാന്തരം സംഭവിക്കും. ലോകത്തിന് ഞാൻ എന്നെ തന്നെ വിധേയനാക്കത്തില്ല. ലോകത്തിന്റെ അച്ചിൽ ഞാൻ ഞെരുങ്ങി പോകത്തില്ല. ലോക ഇഷ്ടത്തിനകത്ത് ഞാൻ തകർന്നു പോകത്തില്ല. പക്ഷെ ഇന്ന് രാത്രി ഞാൻ ജയിക്കും. അത് യേശുവിന്റെ നാമത്താൽ എനിക്കൊരു ജയമുണ്ട്. എത്ര പേർക്ക് ഇന്ന് രാത്രി കർത്താവിനൊന്ന് നന്ദി പറയാൻ പറ്റുന്നുണ്ട്? ഈ അന്തരാത്മാവിൽ ജയം നമ്മളിൽ സംഭവിക്കട്ടെ.
പരാജയ ഭീതികളൊക്കെ മാറിയിട്ട് ഇന്ന് രാത്രി ജയം അനുഭവിക്കട്ടെ. ആ ക്രിസ്തുവിന്റെ ജയം എൻ്റെ അകത്ത് വരട്ടെ. ഒരു മോൾഡിനകത്തും ഞാൻ ഒതുങ്ങി പോകത്തില്ല. ലോകം വെക്കുന്ന വികാരങ്ങൾക്കകത്ത് ഞാൻ ഒതുങ്ങി പോകത്തില്ല. പക്ഷെ ഞാൻ ജയിക്കും. യേശുവിന്റെ നാമത്തിൽ എനിക്ക് ജയമുണ്ട്. ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് പ്രാർത്ഥിക്കാം. ലോകത്തിന്റെ മോൾഡിന്റെ പ്രത്യേകത പറയാം. നമുക്കെന്ത് ഇഷ്ടമുണ്ടോ, നമുക്കെന്ത് ബലഹീനതയുണ്ടോ, അതിൻ്റെ പല ഫ്ലേവറുകളിൽ അത് നമ്മുടെ മുമ്പിൽ ഇട്ട് തരും. ഞാൻ മധുരത്തിൻ്റെ കാര്യം പറഞ്ഞു. ചിലപ്പോഴൊക്കെ മധുരം ഉപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ പറയാറുണ്ട്, ഇന്ന് തൊട്ട് ഷുഗർ കട്ടാന്ന് പറയും. ഇന്ന് തൊട്ട് എന്ത് ചെയ്യത്തില്ല, മധുരം കഴിക്കത്തില്ല. ആ ദിവസം വൈകിട്ട് നല്ല പായസം എവിടുന്നോ കിട്ടി. അപ്പോൾ ഇന്നൂടെ ഇത് കുടിച്ചിട്ട് നാളെ തൊട്ട് ഷുഗർ കട്ടാന്ന് പറഞ്ഞു. നാളെയായിരിക്കും കൃത്യമായിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട ബേക്കറിയിൽ നിന്ന് ഒരു ലഡു ആരോ കൊണ്ട് കൊടുത്തു. അവൻ പറഞ്ഞു, ഈ ലഡുവും കൂടെ കഴിച്ച് നാളെ തൊട്ട് എന്ത് തുടങ്ങും, ഷുഗർ കട്ട് തുടങ്ങും. അപ്പം നാളെയായിരിക്കും ആരോ ആഗ്രയെന്ന് വന്നപ്പം നല്ല ആഗ്രപ്പേട കൊണ്ടുവന്നു. പണ്ട് തൊട്ടേ ഇഷ്ടമുള്ള സാധനമാണ്. അന്നേരം ഈ ആഗ്രപ്പേട കഴിച്ചിട്ട് പറഞ്ഞു, ഇതും കൂടെ കഴിഞ്ഞ് നാളെ തൊട്ട് എന്ത് തുടങ്ങും, ഷുഗർ കട്ട് തുടങ്ങും. ഇത് മൂന്നിൻ്റെയും പ്രത്യേകത നിങ്ങൾ നോക്കുക. ഒരു ബലഹീനതയായത്, പക്ഷേ ഇത് മൂന്ന് ഫ്ലേവറിലാണ് വന്നത്. 3 ഫ്ലേവറല്ല. ആദ്യത്തെ ദിവസം വന്നതുപോലല്ല രണ്ടാമത്തെ ദിവസം വന്നത്, രണ്ടാമത്തെ ദിവസം വന്നതുപോലല്ല മൂന്നാമത്തെ ദിവസം വന്നത്. പക്ഷേ ഇതിൻ്റെ മൂന്നിൻ്റെ ഈ എഫക്റ്റ് നോക്കിയാൽ ഒരേ എഫക്റ്റാണ് ശരീരത്തിനകത്ത് വന്നത്. എന്ന് പറഞ്ഞാൽ 3 ഫ്ലേവറിനകത്താണ് വന്നത്, പക്ഷേ ഈ എഫക്റ്റ് സെയിം ആണ്. എവിടെയാണോ നമ്മുടെ ബലഹീനത, ഈ ബലഹീനത പല ഫ്ലേവറിൽ നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്ന് നമ്മളെ വീഴ്ത്തിക്കളയുന്ന പൈശാചിക തന്ത്രങ്ങൾ ഇതിനകത്തുണ്ട്. കാരണം അവൻ തന്ത്രങ്ങൾ ഉപയോഗിക്കുന്ന തന്ത്രങ്ങൾ ഇതിനകത്തുണ്ട്. പക്ഷേ ഈ തന്ത്രങ്ങളെ ജയിക്കാൻ ദൈവം നമ്മുടെ മേൽ പകരപ്പെട്ട ദൈവകൃപയാൽ ഇന്ന് രാത്രി ജയിച്ചിട്ട് പറയുക, ലോകത്തിൻ്റെ അച്ചിലൊന്നും എന്നെ ഒതുക്കത്തില്ല. ഞാൻ ജഡപ്രകാരം പോരാടുന്നവനല്ല, എൻ്റെ അകത്ത് വസിക്കുന്ന ഒരു ശക്തിയുണ്ട്. പൗലോസിൻ്റെ വാക്കിൽ പറഞ്ഞാൽ, ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിലും ഞങ്ങൾ ജഡപ്രകാരം പോരാടുന്നില്ല. ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല, മറിച്ച് കോട്ടകളെ ഇടിപ്പാൻ ശക്തിയുള്ളവ തന്നെയെങ്കിൽ ഇന്ന് രാത്രി എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് ഈ ജഡമയമായ പോരാട്ട ലോകത്തിനകത്തു നിന്ന് യേശു ക്രിസ്തുവിന്റെ അധികാരത്താൽ ഇന്ന് രാത്രി എൻ്റെ മേൽ ഒരു ജയം വ്യാപരിക്കുന്നെന്ന് ഇതിനകത്ത് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അല്പനിമിഷങ്ങൾ ആത്മാവിൽ നിങ്ങളൊന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങുക. ഇന്ന് രാത്രി ആത്മാവിലൊന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങുക. ഈ അന്തരീക്ഷത്തിനകത്ത് അങ്ങനെ ഒരു ജയം വ്യാപരിക്കട്ടെ. കഴിഞ്ഞ 2 ദിവസം ഈ ഗ്രൗണ്ടിനകത്ത് ഒരുമിച്ച് കൂടി നമ്മൾ പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോൾ നിങ്ങളുടെ കുടുംബങ്ങൾക്കകത്ത് ഈ ജയം വ്യാപരിക്കട്ടെ. ചില അടിമത്തത്തിന്റെ മേഖലകൾ നമ്മൾ വിട്ടുകളയാൻ കഴിയാതെ നമ്മളെ ഇങ്ങനെ മുറുകെ പിടിക്കുന്ന ചില അടിമത്തങ്ങൾ, ഒരു തോൽവി, അടുത്ത ദിവസം പിന്നെയും തോൽവിയിലേക്ക് നാവിനെ ജയിക്കാൻ പറ്റുന്നില്ല, ജഡത്തെ ജയിക്കാൻ പറ്റുന്നില്ല, വികാരങ്ങളെ ജയിക്കാൻ പറ്റുന്നില്ല, വിചാരങ്ങളെ ജയിക്കാൻ പറ്റുന്നില്ല. പലതിനോടും ഞാൻ അടിമയായി കിടക്കുക. ഇന്ന് രാത്രി ആ യേശുവിന്റെ ജയം എൻ്റെ അകത്ത് വ്യാപരിക്കണം, എൻ്റെ കുടുംബത്തിൽ വ്യാപരിക്കണം, അതെൻ്റെ നാവിന്മേൽ വ്യാപരിക്കണം, അതെൻ്റെ ശരീരത്തിന്മേൽ വ്യാപരിക്കണം. ചില ആസക്തികൾ മാറുന്ന, ചില തകർച്ചകൾ മാറുന്ന, ചില മുറുകെ പിടിക്കുന്ന പാപങ്ങൾ മാറുന്ന അവസ്ഥയും ജയവുമായി ഇന്ന് രാത്രി മാറട്ടെ. ജനം ഒരുമിച്ച് ആത്മാവിൽ ഇന്ന് രാത്രി പ്രാർത്ഥിക്കട്ടെ. ഈ ഗ്രൗണ്ടിൽ അങ്ങനെയുള്ള ജയം വ്യാപരിക്കുക. ഇന്ന് രാത്രി നിങ്ങൾക്ക് വേണ്ടി അങ്ങനെയുള്ള ദൈവകരം വ്യാപരിക്കുക. പരിശുദ്ധാത്മാവ് നിങ്ങളെ സ്പർശിക്കുന്ന, ദൈവാത്മാവിന്റെ കരം വെളിപ്പെടുന്ന അസാധാരണ നിമിഷങ്ങളായി മാറുക. ഒരുമിച്ച് പ്രാർത്ഥിക്കട്ടെ, ഒരുമിച്ച് ആത്മാവിൽ പ്രാർത്ഥിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇവിടെ പങ്കുവെക്കപ്പെട്ട വചനം അത് ജീവനായി വ്യാപരിക്കുക, അത് അത്ഭുതങ്ങളായി വ്യാപരിക്കുക. ചില തോൽവിയുടെ മേഖലകളെ ഇന്ന് രാത്രി ആത്മാവ് ജയമായി മാറ്റുക. ചില തോൽക്കപ്പെട്ട ജഡീക ഫലങ്ങൾ ഇന്ന് രാത്രി അത് മാറി ജയമായി വ്യാപരിക്കുക. ദൈവിക ജയം